തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള വോട്ടെടുപ്പ് നവംബർ 2-നും 5-നും. വോട്ടെണ്ണൽ 7-ന് തെരഞ്ഞെടുപ്പിന് ഫോട്ടോ പതിച്ച വോട്ടർ പട്ടിക. ഇത്തവണ നോട്ട് ഉണ്ടാവില്ല. മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു. വിജ്ഞാപനം വരുന്ന ബുധനാഴ്ച. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJP SNDP സഖ്യമുണ്ടാകുമെന്ന് വി മുരളീധരൻ. VS അച്യുതാനന്ദന് ലക്ഷങ്ങൾ പിരിച്ചു നൽകിയെന്ന് വെള്ളാപ്പള്ളി നടേശന്റെ ആരോപണം. മോദി എന്ന പാമ്പിന്റെ വായിൽ കുടുങ്ങിയ തവളയാണ് വെള്ളാപ്പള്ളിയെന്ന് VS അച്യുതാനന്ദൻ. മൂന്നാറിൽ സ്ത്രീ തൊഴിലാളികൾ രാപ്പകൽ നിരാഹാര സമരം തുടങ്ങി. സംയുക്ത തൊഴിലാളി യൂണിയന്റെ നിരാഹാര സമരവും തുടരുന്നു. പെൺകൂട്ടായ്മയ്ക്ക് പിന്തുണയുമായി CPI നേതാക്കൾ. പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ വോട്ടെടുപ്പ് ബഹിഷ്കരിക്കുമെന്ന് പൊമ്പിളയൊരുമൈ. സ്വാഗതം. അല്ലെങ്കിൽ തന്നെ രാഷ്ട്രീയം ചൂടുപിടിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. സ്വാഭാവികമായും കേരളം രാഷ്ട്രീയമായി ചൂടുപിടിച്ച ദിവസങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് കടക്കുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് 2 ഘട്ടങ്ങളിലായാണ് നടക്കുക എന്ന് ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പ് 2, 5 തീയതികളിലാണ്. നവംബർ 2-നും 5-നുമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുക. 2-ന് 7 ജില്ലകളിലും 5-ന് 7 ജില്ലകളിലുമായാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് വിന്യസിച്ചിരിക്കുന്നത്. നവംബർ 2-ാം തീയതി തിരുവനന്തപുരം, കൊല്ലം, ഇടുക്കി, കോഴിക്കോട് തുടങ്ങിയ ജില്ലകളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. കോഴിക്കോട്, കണ്ണൂർ, വയനാട്, കാസർഗോഡ്. നവംബർ 2-ന് തിരുവനന്തപുരം, കൊല്ലം, ഇടുക്കി, കോഴിക്കോട്, കണ്ണൂർ, വയനാട്, കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് 1-ാം തെരഞ്ഞെടുപ്പ് ദിനം നടക്കുക. രണ്ടാമത് നവംബർ 5-ാം തീയതി. നവംബർ 5-ാം തീയതി കോട്ടയം, പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം എന്നീ ജില്ലകളിൽ തെരഞ്ഞെടുപ്പ് നടക്കും. ഇക്കാര്യമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 2 ദിവസങ്ങളിലായാണ് ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പ്. ഫലപ്രഖ്യാപനം നവംബർ 5-ാം തീയതി ഉണ്ടാകും. രാഷ്ട്രീയ കേരളത്തിന്റെ ഇനിയുള്ള മുന്നോട്ട് പോക്കിനെ ഏത് വിധത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോവുക എന്ന് നിശ്ചയിക്കപ്പെടുന്ന ദിനം കൂടിയായിരിക്കും ഈ നവംബർ 5-ാം തീയതി. നവംബർ 5-നാണ് ഫലപ്രഖ്യാപനം വരിക. ഇപ്പോൾ തന്നെ ചൂടുപിടിച്ചിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യമുണ്ട്. രാഷ്ട്രീയ മാറ്റം കേരളത്തിൽ വലിയ തോതിൽ ഉണ്ടാകാൻ പോകുന്നു എന്ന് വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന കേന്ദ്രങ്ങളുണ്ട്. അവർക്കൊക്കെ ഏത് വിധത്തിലുള്ള മറുപടിയാണ് ആ ദിവസം നൽകുക എന്നത് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. ഈ ദിവസം തൊട്ടങ്ങോട്ട് ആളുകൾ, രാഷ്ട്രീയത്തെ ശ്രദ്ധിക്കുന്ന ആളുകൾ കേരളത്തിൽ എണ്ണിത്തുടങ്ങുകയാണ് നവംബർ 5-ാം തീയതിയിലേക്ക്. 27,871 വാർഡുകൾ, 2.5 കോടി വോട്ടർമാർ, പുതിയ വോട്ടർമാരുടെ എണ്ണം 5 ലക്ഷത്തിലധികമുണ്ട്, നോട്ട് ഇത്തവണയില്ല എന്നിവയാണ് വിശേഷപ്പെട്ട മറ്റു വിശേഷങ്ങൾ. 2.5 കോടിയോളം വോട്ടർമാർ, 2.5 കോടി വോട്ടർമാരാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തുക. 5 ലക്ഷം പുതിയ വോട്ടർമാരുണ്ട് എന്നതും ശ്രദ്ധിക്കേണ്ടതാണ്. പ്രവാസികൾക്കും ഭിന്നലിംഗക്കാർക്കും പേര് ചേർക്കാം, ഓൺലൈനായി വോട്ട് ചേർക്കാം, ഫോട്ടോ പതിച്ച വോട്ടർ പത്രിക ഇത്തവണയുണ്ട്. പ്രവാസികൾക്കും ഭിന്നലിംഗക്കാർക്കും പേര് ചേർക്കാവുന്നതാണ്, ഓൺലൈനായിട്ടും വോട്ട് ചേർക്കാവുന്നതാണ്. ഇത്തരം ഈ കാര്യങ്ങൾ കൂടെ ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരിച്ച കാര്യങ്ങളിലുണ്ട്. വിജ്ഞാപനം ബുധനാഴ്ചയാണ്, വരുന്ന ബുധനാഴ്ചയാണ് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരിക. 2, 5 തീയതികളിലാണ് തെരഞ്ഞെടുപ്പ്. ഒക്ടോബർ 14 വരെ നാമനിർദ്ദേശ പത്രിക നൽകാം. സൂക്ഷ്മ പരിശോധന ഒക്ടോബർ 15-നാണ്. പിൻവലിക്കാനുള്ള തീയതി ഒക്ടോബർ 17-നാണ്. ഇത്തരം തീയതികളുടെ വിശദാംശങ്ങൾ കൂടെ ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റു വിശദാംശങ്ങൾ ഇവയാണ്. 35,000 പോളിംഗ് ബൂത്തുകൾ ഉണ്ട് ആകെ. കോർപ്പറേഷനിലും മുനിസിപ്പാലിറ്റിയിലും ഓരോ വോട്ടിംഗ് യന്ത്രങ്ങളാണ് ഉണ്ടാവുക. ത്രിതല പഞ്ചായത്ത് ബൂത്തുകളിൽ 3 വോട്ടിംഗ് യന്ത്രങ്ങൾ ഉണ്ടാകും. കോർപ്പറേഷനിലും മുനിസിപ്പാലിറ്റിയിലും ഓരോ വോട്ടിംഗ് യന്ത്രങ്ങൾ, കോർപ്പറേഷനും മുനിസിപ്പാലിറ്റികൾക്കുമായി ഓരോ വോട്ടിംഗ് യന്ത്രങ്ങൾ, ത്രിതല പഞ്ചായത്ത് ബൂത്തുകളിൽ 3 വോട്ടിംഗ് യന്ത്രങ്ങൾ ഉണ്ടാകും. ഈ വിവരങ്ങൾ കൂടെ ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചവയിൽപ്പെടുന്നു. മാറുമോ രാഷ്ട്രീയം? ഈ തെരഞ്ഞെടുപ്പ്, തദ്ദേശ തെരഞ്ഞെടുപ്പ് ഏത് വിധത്തിലാണ് രാഷ്ട്രീയത്തെ മാറ്റുക എന്നത് സംബന്ധിച്ചുള്ള ആലോചനകളിലേക്കാണ് പോകേണ്ടത്, വിശദാംശങ്ങളിലേക്കാണ് പോകേണ്ടത്. സ്വാഭാവികമായും രാഷ്ട്രീയമായ ചർച്ചകൾ ഇതിനകം തന്നെ തുടങ്ങിക്കഴിഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിൽ SNDPയും BJPയുമായി ബന്ധപ്പെട്ടുള്ള മറ്റു കാര്യങ്ങൾ ചർച്ച നടന്നിരുന്നു. അതിലേക്കാണ് കാര്യങ്ങൾ പോകേണ്ടത്. നമുക്ക് അതിഥികളുണ്ട് വിവിധ സ്റ്റുഡിയോകളിൽ. കോൺഗ്രസ് നേതാവ് ശ്രീ PM സുരേഷ് ബാബു, രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ജേക്കബ് ജോർജ്, CPM നേതാവ് ശ്രീ MV ജയരാജൻ, BJP നേതാവ് ശ്രീ B ഗോപാലകൃഷ്ണൻ എന്നിവരാണ് ഈ ചർച്ചകളിൽ പങ്കെടുക്കേണ്ടത്. ആദ്യം ശ്രീ ജേക്കബ് ജോർജ്, ഏതു വിധത്തിൽ, എന്തുകൊണ്ട് പ്രധാനപ്പെട്ടതാകുന്നു ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പ്? കേരള രാഷ്ട്രീയത്തെ ഏത് വിധത്തിൽ മാറ്റുന്നതാകും ഈ തെരഞ്ഞെടുപ്പിന്റെ വിധി? അല്ല, കേരളത്തിലെ എല്ലാ തെരഞ്ഞെടുപ്പിനും പ്രത്യേകതയുണ്ട്.
എല്ലാ ഉപതെരഞ്ഞെടുപ്പിനും പ്രത്യേകതയുണ്ട്. ഓരോ ഉപതെരഞ്ഞെടുപ്പും നിർണായകമാണ്, സങ്കീർണമാണ്, അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. ഏറ്റവും ഒടുവിൽ നടന്ന അരുവിക്കര തന്നെ. അരുവിക്കര അതിനു മുമ്പ് നടന്ന നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പ് എന്തുകൊണ്ട് വീറും വാശിയും അതിനകത്തെ അസന്നിഗ്ധാവസ്ഥയും പ്രതീക്ഷിക്കാൻ വളരെ അപ്രതീക്ഷിതമായ ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന ചില കാര്യങ്ങളും എല്ലാം കൂടി നോക്കുമ്പോഴത്തേക്ക് പലതരം രാഷ്ട്രീയ കണക്കുകൂട്ടലുകളുടെ ഒരു സമ്മിശ്രമാണ് ഒരു തെരഞ്ഞെടുപ്പ്. അത് ഉപതെരഞ്ഞെടുപ്പാവട്ടെ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാവട്ടെ, മുനിസിപ്പൽ തെരഞ്ഞെടുപ്പാവട്ടെ, നിയമസഭാ തെരഞ്ഞെടുപ്പോ ലോക്സഭാ തെരഞ്ഞെടുപ്പാവട്ടെ. കേരളത്തിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. കാരണം രാഷ്ട്രീയം നമ്മളൊക്കെ പക്ഷേ ശ്രീ ജേക്കബ് ജോർജ് ഇത്തവണയുള്ള അധികമായിട്ടുള്ള പ്രത്യേകത, പക്ഷേ ശ്രീ ജേക്കബ് ജോർജ് ഇത്തവണ ഇരു മുന്നണികളായി തിരിഞ്ഞു നിൽക്കുന്ന അവർ തമ്മിലുള്ള പോരാട്ടം BJP ഒരു വശത്ത് നിന്ന് മാറിയെന്ന് കാണുക എന്ന കാര്യങ്ങളിൽ നിന്ന് മാറ്റമുണ്ടാകും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ എന്നാണല്ലോ ആ ഭാഗത്ത് നിൽക്കുന്ന ആളുകളെങ്കിലും ചിന്തിക്കുന്നത്. വലിയൊരു വിഭാഗം നിഷ്പക്ഷരായ ആളുകൾക്കും അങ്ങനെയൊരു തോന്നലുണ്ട്. വലിയ രാഷ്ട്രീയ മാറ്റത്തിന്റെ 3 മുന്നണികൾ മാറ്റുരയ്ക്കുന്ന നാടായി കേരളം മാറുന്നതിന്റെ ആദ്യ സൂചനകൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിന്നും ലഭിക്കാൻ ഇടയുണ്ടോ? അല്ല, മൂന്നാം മുന്നണി എന്ന് പറയുന്നതാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയത്തിൻ്റെ ഈ കറന്റ് പൊളിറ്റിക്സിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകം. പക്ഷേ അങ്ങനെ ഒരു മൂന്നാം മുന്നണി വന്നതുകൊണ്ട് കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ എന്തെങ്കിലും മാറ്റം വരും എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം 2 മുന്നണികളും ഇവിടെ ശക്തമായി നിലയുറപ്പിച്ചിരിക്കുകയാണ്. കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലൊരു മുന്നണി, ഇടതുപക്ഷ മുന്നണി CPM-ൻ്റെ നേതൃത്വത്തിൽ. അപ്പം BJP ഇതിനകത്തൊരു സ്പേസ് കണ്ടെത്താൻ ഇത്ര കാലം ശ്രമിക്കുകയായിരുന്നു. ഇതുവരെയും നിയമസഭയിലേക്കോ ലോക്സഭയിലേക്കോ ഒരു അക്കൗണ്ട് തുറക്കാൻ BJP-ക്കെതിരെ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും SNDP യോഗത്തെ കൂട്ടുപിടിച്ചിരിക്കുന്നു. അതിനകത്ത് രാഷ്ട്രീയമായിട്ട് യാതൊരു തെറ്റും ഞാൻ കാണുന്നില്ല. കേന്ദ്രം ഭരിക്കുന്ന രാഷ്ട്രീയ കക്ഷിയാണ് BJP. പക്ഷെ ഒരു സംശയം, ഒരു സമുദായത്തെ കൂട്ടുപിടിച്ചാൽ അത് രാഷ്ട്രീയമാകുമോ? ഒരു SNDP യോഗം ഇന്നൊരു സമുദായമാണ്. അപ്പോൾ ഒരു സമുദായത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നതിൻ്റെ അതിൻ്റെ ശരി എന്ന് മാത്രമുണ്ട്. രണ്ടാമത്തെ കാര്യം, ഈ കേരള രാഷ്ട്രീയത്തിൽ SNDP-യുമായി കൂട്ടുപിടിച്ചാൽ എന്തുമാത്രം സ്പേസ് അവർക്ക് സംഘടിപ്പിച്ചെടുക്കാൻ പറ്റും? ഈ 2 ചോദ്യങ്ങളുമാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് നേരിടാൻ പോകുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ PM സുരേഷ് ബാബു, ഞങ്ങൾക്ക് ശുഭപ്രതീക്ഷയുണ്ട്, ഞങ്ങൾ വലിയ മുന്നേറ്റമുണ്ടാക്കും എന്ന് താങ്കൾ പറയുമെന്ന് എനിക്കറിയാം. താങ്കളുടെ പാർട്ടിയും മറ്റു പക്ഷത്തുള്ള പാർട്ടികളും സ്വാഭാവികമായും ഇന്നേ ദിവസം എല്ലാ ചർച്ചകളിലും ആദ്യം പറയാൻ പോകുന്ന കാര്യം ഞങ്ങൾക്ക് വലിയ മുന്നേറ്റമുണ്ടാകുമെന്നാണ്. പക്ഷേ എൻ്റെ ചോദ്യം, ഇത്തവണ എന്തോ വലിയ രാഷ്ട്രീയമായ മാറ്റമുണ്ടാകാൻ പോകുന്നു എന്ന തരത്തിലുള്ള ചർച്ചകൾ ചൂടുപിടിച്ചിട്ടുണ്ട്. രാജ്യം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി വലിയ ശക്തിയിലാണത് ഭരിക്കുന്നത്. അവർ പ്രധാനപ്പെട്ട ഒരു സാമുദായിക സംഘടനയോട് ചേർന്ന് ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് വലിയ തോതിലുള്ള ഒരു 3-ാം മുന്നണി ഉണ്ടാക്കുന്നു എന്ന പ്രഖ്യാപനമുണ്ടാകുന്നു. ഏത് വിധത്തിലായിരിക്കും കേരള രാഷ്ട്രീയത്തെ ഇത് സ്വാധീനിക്കുക? ഇവിടെ കേരളത്തിൻ്റെ രാഷ്ട്രീയ സമൂഹം ഒരിക്കലും ഒരു ജാതി മത രാഷ്ട്രീയ ചിന്താഗതിക്ക് വഴങ്ങിക്കൊടുത്ത ചരിത്രമില്ല. ഇന്ത്യയുടെ മറ്റിതര സംസ്ഥാനങ്ങളിൽ ജാതിക്ക് മതത്തിന് ഒക്കെ പ്രാമുഖ്യം കിട്ടുമ്പോഴും കേരളം അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി തലയുയർത്തി നിന്ന് ജാതി മത രാഷ്ട്രീയത്തിനെതിരായി നിലയുറപ്പിച്ചൊരു സംസ്ഥാനമാണ്. കേരളത്തിലെ ജാതിയും അവിടുത്തെ മതങ്ങളും അതിൻ്റെ പൂർണ്ണാർത്ഥത്തിൽ അവർക്കുള്ള പ്രവർത്തന സ്വാതന്ത്ര്യത്തെ അനുവദിച്ചു കൊടുക്കുമ്പോഴും ഒരു ജാതീയ സംഘടനകളും അല്ലെങ്കിൽ സാമുദായിക സംഘടനകളും രാഷ്ട്രീയത്തിൽ ഇത്തരം പരസ്യമായി ഇടപെടാൻ ഒരിക്കലും തയ്യാറായിട്ടില്ല. കുറച്ചു മുമ്പ് SRPയും NDPയും ഉണ്ടാക്കിയത് ഞാൻ വിസ്മരിച്ചു കൊണ്ടല്ല ഇത് പറയുന്നത്. പക്ഷെ അവർക്ക് അത് വെള്ളത്തിലെ കുമിള പോലെ തന്നെ അത് പെട്ടെന്ന് തന്നെ അവസാനിക്കുന്ന സാഹചര്യവും നമ്മളിവിടെ കണ്ടിട്ടുണ്ട്. അപ്പോൾ കേരളത്തിൻ്റെ സമൂഹ മധ്യത്തിൽ ജാതിക്കും മതത്തിനും അതീതമായി ചിന്തിക്കുന്ന പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ BJP എന്ന് പറയുന്ന BJPക്ക് ഒരു ഉത്തമമായ രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയത്തെ ഒരു സാമുദായിക സംഘടനയെ കൂട്ടുപിടിച്ച് ആ സംഘടനയുടെ കൂട്ടുബലത്തിൽ മാത്രമായി ഒരു 3-ാം മുന്നണി ഉണ്ടാക്കി കേരളത്തിൽ രംഗപ്രവേശനം നടത്താൻ സാധിക്കുമോ എന്ന പരീക്ഷണം തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകതയും ബഹുജനങ്ങൾ തള്ളിക്കളയാൻ പോകുന്ന ഒരു രാഷ്ട്രീയ ബന്ധവും എന്ന് പറയാനാണ് ഞാൻ ആദ്യമേ ആഗ്രഹിക്കുന്നത്. ഒരിക്കൽ പോലും BJPയെ പോലെ പ്രമുഖമായ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം
ഒരു സമുദായ സംഘടനയുടെ മറവിൽ അല്ലെങ്കിൽ ഒരു സമുദായ സംഘടനയുടെ തോളിൽ കയറി നിന്നുകൊണ്ട് കേരള രാഷ്ട്രീയത്തിലെ കേരളത്തിൻ്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ അടിയുറച്ച് കാലുറപ്പിക്കാൻ ശ്രമിക്കുന്നത് ആ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ശുഭോദർക്കമാണോ? അത് അന്വേഷിക്കേണ്ടതാണ്, ആ പാർട്ടി അന്വേഷിക്കേണ്ടതാണ്. അല്ലാതെ തന്നെ കേരളത്തിൻ്റെ രാഷ്ട്രീയ സമൂഹത്തിൽ ഉയർന്നു നിൽക്കാൻ കഴിയുന്ന വിധത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തനം അവർക്ക് കാഴ്ചവെക്കാൻ കഴിയും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതുകൊണ്ട് തന്നെ ഈ ഒരു മുന്നോക്ക രാഷ്ട്രീയത്തിൻ്റെയും പിന്നോക്ക രാഷ്ട്രീയത്തിൻ്റെയും കൺഗ്ലോമറേഷൻ കൊണ്ട് കേരള രാഷ്ട്രീയത്തിൽ മൂന്നാം മുന്നണി അപ്രസക്തമായി തീരും. അത് തെരഞ്ഞെടുപ്പിൻ്റെ ഫലപ്രഖ്യാപനം വരുമ്പോൾ നമുക്കൊക്കെ കേരളീയ പൊതുസമൂഹത്തിന് ബോധ്യമാവും എന്നാണ് ഞാൻ നിരീക്ഷിക്കുന്നത്. തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ എം വി ജയരാജൻ, തദ്ദേശ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ച ഈ ദിവസം വന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രസ്താവനകളിലൊന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടേതാണ്. അരുവിക്കര ആവർത്തിക്കും എന്നതാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവന. വലിയ വിജയമുണ്ടാകും. അദ്ദേഹം BJP-യെ തള്ളിപ്പറയുന്നു. BJP SNDP ബാന്ധവത്തെ തള്ളിപ്പറയുകയും ചെയ്തിട്ടുണ്ട്. അരുവിക്കര ആവർത്തിക്കുക എന്നാൽ CPM-ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വലിയ തിരിച്ചടി ഉണ്ടാവുക എന്നാണ് അർത്ഥം. അങ്ങനെ ഉണ്ടാവുകയാണോ? അങ്ങനെ ഉണ്ടാവും എന്ന് താങ്കൾ കാണുന്നുണ്ടോ? മുഖ്യമന്ത്രി പറഞ്ഞതുപോലെയല്ല നടക്കുക. ഈ തെരഞ്ഞെടുപ്പിൽ അരുവിപ്പുറത്ത് നിന്ന് ശ്രീനാരായണ ഗുരു കുറിച്ചിട്ട സന്ദേശം മതേതര കേരളം, അത് ഭാരതത്തിന് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ജനകീയ പ്രതികരണമായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ അരുവിപ്പുറം സന്ദേശം ജനങ്ങൾ ഏറ്റെടുക്കും. എന്തുകൊണ്ടെന്നാൽ UDF സർക്കാർ അങ്ങേയറ്റം ജനവിരുദ്ധമായി മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ തോട്ടം തൊഴിലാളികളുടെ സമരം പോലും സർക്കാരിൻ്റെ തെറ്റായ നയത്തിൻ്റെ ഫലമായി അത് ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. റേഷൻ അരി വീതം വെട്ടിക്കുറക്കാൻ പോവുകയാണ്. റേഷൻ സബ്സിഡി ബാങ്ക് വഴി കൊടുക്കാൻ പോവുകയാണ്. സാമൂഹ്യക്ഷേമ പെൻഷൻ 41 ലക്ഷമാക്ക് കൊടുത്തില്ല 10 മാസത്തത്. 1914 കോടി രൂപ കുടിശ്ശികയാണ്. ഈ രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഇവിടെ ചർച്ച ചെയ്യപ്പെടും. മറുഭാഗത്ത് കോൺഗ്രസ് കേന്ദ്രത്തിൽ നിന്ന് അധികാരത്തിൽ പോയാൽ BJP വന്നാൽ നല്ല നാളുകൾ ഉണ്ടാവും എന്ന് പറഞ്ഞു. എന്നാൽ വിലക്കയറ്റം, അഴിമതി, വർഗീയത അതിൻ്റെ ഏറ്റവും ഉയർന്ന തലത്തിലെത്തി എന്നത് ബീഫ് വീട്ടിൽ സൂക്ഷിച്ചു എന്ന കള്ളം പറഞ്ഞ് ഗൂഢാലോചന നടത്തി ആ മണ്ഡലത്തെ പ്രതിദാനം ചെയ്യുന്ന കേന്ദ്രമന്ത്രി പോലും ന്യായീകരിച്ച് ഒരു പാവപ്പെട്ട മുഹമ്മദ് അഖ്ലാഖിനെ കൊലപ്പെടുത്തിയ ക്രൂര സംഭവം പോലും ഉണ്ടായി. വർഗീയതയെ ജനങ്ങൾ തിരസ്കരിക്കും. ഇനി വർഗീയ സംഘടനക്ക് ഇവിടെ സ്വാധീനമുണ്ടാക്കാൻ കഴിയില്ല എന്നതുകൊണ്ടുകൂടിയാണ് SNDP-യെ കൂട്ടുപിടിക്കാൻ നോക്കുന്നത്. പക്ഷേ SNDP-യിലെ സാധാരണ പ്രവർത്തകന്മാർ അതിൻ്റെ കൂടെയില്ല. അതുകൊണ്ടാണ് ഡൽഹിയിൽ നടേശനും ഭാര്യയും മകനും മാത്രം പോയത്. ഈ ചർച്ചയിൽ നാം കാണേണ്ടുന്ന ഗൗരവപ്പെട്ട വിഷയം ഈ കേരളത്തിലെ SNDP എന്ന് പറയുന്ന പ്രസ്ഥാനം ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനത്തെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന പ്രസ്ഥാനം. ആ പ്രസ്ഥാനത്തെ ഒരിക്കലും വെള്ളാപ്പള്ളി നടേശൻ വിചാരിച്ചാൽ ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനങ്ങൾക്ക് വിരുദ്ധമായ ദർശനം അംഗീകരിച്ച RSSന്റെ തൊഴുത്തിൽ കെട്ടാൻ കഴിയില്ല. സംവരണം വേണമെന്ന് SNDP, സംവരണം വേണ്ടെന്ന് RSS. ഇത് പൊരുത്തപ്പെടില്ല. ഇത് സാധാരണ ശ്രീനാരായണീയന്മാർക്കറിയാം. ഈ രാഷ്ട്രീയ പ്രശ്നങ്ങളോടൊപ്പം പ്രധാനപ്പെട്ട മറ്റൊരു പ്രശ്നം പ്രാദേശിക വികസനമാണ്. അധികാര വികേന്ദ്രീകരണത്തെ 5 വർഷം അട്ടിമറിച്ചു. 5 വർഷം ഇടതുപക്ഷം 12,000 കോടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൊടുത്തു. ഇവർ 8,000 കോടി പോലും കൊടുത്തില്ല. പണം നൽകുന്ന നടപടികൾ മാറ്റി. പദ്ധതികൾ പൂർത്തിയാവുമ്പോൾ പണം, ഇടതുപക്ഷം പദ്ധതി തയ്യാറാക്കുമ്പോൾ പണം. ഒരു നിമിഷം ഞാൻ തിരിച്ചു വരാം ശ്രീ എം വി ജയരാജൻ താങ്കളിലേക്ക്. അത്തരം വിഷയങ്ങളിലേക്ക് കൂടുതൽ ആഴത്തിൽ പോകേണ്ടതുണ്ട്. താങ്കളിലേക്ക് വരാം. ശ്രീ ബി ഗോപാലകൃഷ്ണൻ, SNDP-യുമായുള്ള ചേർച്ച ഗുണം ചെയ്യും. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തന്നെ അതിൻ്റെ ഫലമുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ടാകുമല്ലോ സ്വാഭാവികമായും BJP. വിവിധങ്ങളായിട്ടുള്ള രാഷ്ട്രീയ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. കേരളത്തിലെ അനവധിയായിട്ടുള്ള സാമുദായിക സംഘടനകളിൽ ഒന്നാണ്, സ്വാഭാവികമായും ശക്തവുമാണത്, ആൾ കൂടുതൽ ഉള്ള ഒരു സമുദായത്തെയാണ് പ്രതിനിധീകരിക്കുന്നത് എന്തുകൊണ്ട്. പക്ഷേ പല സമുദായ സംഘടനകളിൽ ഒന്നു മാത്രമാണ് SNDP. അതിനെ കൂടെ നിർത്തുന്നത് കൊണ്ട് ഗുണമുണ്ടാക്കാൻ സാധിക്കും താഴെ തലങ്ങളിൽ എന്ന ശുഭാപ്തി വിശ്വാസം എത്രത്തോളം ശരിയാണ്? തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഫലമുണ്ടാക്കാൻ വേണ്ടിയായിട്ടാണോ നിങ്ങൾ ഈ
കൂട്ടായ്മയുമായി മുന്നോട്ട് പോകുന്നത്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ തെരഞ്ഞെടുപ്പ് മാത്രം മുന്നിൽ കണ്ടുകൊണ്ടല്ല ഭാരതീയ ജനതാ പാർട്ടി ഒരു മൂന്നാം ശക്തി എന്ന നിലയിൽ, ഒരു മൂന്നാം മുന്നണി എന്ന നിലയിലുള്ള പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. ഇത് വളരെ മുമ്പ് തന്നെ ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും ബദലായ ഒരു മൂന്നാം മുന്നണി, ഒരു മൂന്നാം ബദൽ BJP മുന്നോട്ട് വെച്ചിരുന്നു. നിർഭാഗ്യമെന്ന് പറയട്ടെ, പലപ്പോഴും അതിൽ ചെറിയ ചെറിയ കക്ഷികൾ ഞങ്ങളുടെ കൂടെ ചേർന്നിരുന്നു. മൂന്നാം ബദൽ എന്ന രീതിയിൽ തന്നെയാണ് NDAയുടെ ഭാഗമായിട്ട് PC തോമസ് ജയിച്ചത്. അപ്പോൾ ഞങ്ങൾ പല കാലഘട്ടങ്ങളിൽ ഇത്തരം പരീക്ഷണങ്ങൾ ഞങ്ങൾ നടത്തിയിരുന്നു. സ്വാഭാവികമായിട്ടും ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രത്യയശാസ്ത്രപരമായ പരിപ്രേക്ഷ്യം എന്ന് പറയുന്നത് പിന്നോക്ക വിഭാഗത്തിലെ ജനങ്ങളുടെ, പ്രത്യേകിച്ച് കേരളത്തിൽ അവശത അനുഭവിക്കുന്ന പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ജനതയുടെ ഏകീകരണമാണ്. കാലങ്ങളായിട്ട് ഇടതുപക്ഷവും വലതുപക്ഷവും കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും തുപ്പൽ കോളാമ്പികളാക്കി അധപ്പതിച്ചുകൊണ്ട്, ചവിട്ടിമെതിച്ചുകൊണ്ട്, മർദ്ദിച്ചുകൊണ്ട് ഇരകളായി, ഇവരുടെ വേട്ടക്കാരുടെ ഇരകളായി മാറിയിട്ടുള്ള ഈ പിന്നോക്ക വിഭാഗത്തിലെ ജനവിഭാഗങ്ങളെ ഞങ്ങൾ എല്ലാ കാലഘട്ടത്തിലും രാഷ്ട്രീയമായി മുന്നോട്ട് കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നു. ഇപ്പോൾ അവർ രാഷ്ട്രീയത്തിൻ്റെ യാഥാർത്ഥ്യം, ഇടതുപക്ഷത്തിൻ്റെയും വലതുപക്ഷത്തിൻ്റെയും യാഥാർത്ഥ്യം മനസ്സിലാക്കി ഇത്രയും കാലം രാഷ്ട്രീയമായി അവർ കോൺഗ്രസിൻ്റെയോ കമ്മ്യൂണിസ്റ്റുകാരൻ്റെയോ കൂടെയായിരുന്നു. ഇപ്രാവശ്യം അവർ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് പ്രത്യേകിച്ചൊരു പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ഒരാളെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാക്കിയ രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ BJPയുമായി കൈകോർക്കാൻ തീരുമാനിച്ചു. ശ്രീ ബി ഗോപാലകൃഷ്ണൻ, പക്ഷേ എത്രയോ കാലത്തെ അക്കൗണ്ട് തുറക്കുക എന്നത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരു പ്രയോഗമായി വരുന്നത് പോലും BJPയുടെ ഭാഗത്ത്, അല്ലെങ്കിൽ BJPയുടെ ഇടപെടൽ കൊണ്ടാണ്. BJP ഇത്തവണ അക്കൗണ്ട് തുറക്കും എന്ന് പറയാത്ത ഒരു സമീപകാല തെരഞ്ഞെടുപ്പും കടന്നുപോയിട്ടില്ല. ഇത്തവണ SNDPയുമായി സൗഹൃദമുണ്ടാക്കിയിട്ടുണ്ട്, ഞങ്ങൾ മൂന്നാം മുന്നണിയാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും നേരത്തെ ശ്രീ MB ജയരാജൻ സൂചിപ്പിച്ച ഒരുപാട് രാഷ്ട്രീയമായ വിഷയങ്ങൾ ചർച്ചയ്ക്ക് വരികയാണെങ്കിൽ ഇതുവരെ നിങ്ങളെ വേണ്ടാതെ അകലത്ത് നിർത്തിയിരിക്കുന്ന കേരളം ഇത്തവണ SNDPയുമായി ചേർന്നു എന്നതുകൊണ്ട് മാത്രം സ്വീകരിക്കും, നിങ്ങളെ കൂടെ ഉള്ളിൽ ചേർത്ത് വെക്കും എന്ന് കണക്കിലാക്കാൻ എന്ത് കാരണമാണുള്ളത്? അനവധിയായ രാഷ്ട്രീയ വിഷയങ്ങൾ BJPക്കെതിരായി, നരേന്ദ്രമോദി സർക്കാരിനെതിരായി CPMും ഇടതുപക്ഷവും മാത്രമല്ല കോൺഗ്രസും UDFും പ്രചരിപ്പിക്കാൻ വേണ്ടി പോവുകയല്ലേ? അത് താഴെ തലത്തിലടക്കം അതിന് ഫലമുണ്ടാക്കുകയില്ലേ? സനീഷ്, എനിക്കൊന്ന് പറയാൻ സമയം തരണം. നേരത്തെ എൻ്റെ സുഹൃത്ത് PM സുരേഷ് ബാബു പറഞ്ഞു കേരളത്തിലെ ജനങ്ങൾ ജാതീയത, മതം ഇതൊന്നും അംഗീകരിക്കില്ല. എനിക്കതിനോട് വിയോജിപ്പൊന്നുമില്ല. പിന്നെ എന്തിനാണ് ഇവർ മുസ്ലിം ലീഗുമായിട്ട് ചങ്ങാത്തം കൂടിയത്? ചത്ത കുതിര എന്ന് കോൺഗ്രസ് പറഞ്ഞതല്ലേ കേന്ദ്ര നേതാക്കൾ? ആ ചത്ത കുതിരക്ക് ജീവൻ വെപ്പിച്ചു കൊടുത്തത് സുരേഷ് ബാബുവിൻ്റെ ആളുകളല്ലേ? ഇന്നും മതത്തിൻ്റെ പേരുള്ള ചിഹ്നമുള്ള ഒരു സംഘടനയല്ലേ അത്? അതുമായിട്ടല്ലേ ഇവർ മുന്നോട്ട് പോകുന്നത്? അപ്പോൾ ഇവർക്ക് മതസംഘടനകളുമായി ബന്ധം വയ്ക്കാം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി സഖാവ് EMS നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിൽ NSSലേക്ക്, യോഗക്ഷേമ സഭയിലേക്ക്, ഈഴവ വിഭാഗത്തിലേക്ക് ഓരോ ആളുകളെ അയച്ചു കൊടുത്തിട്ടില്ലേ? അത് ചരിത്രമല്ലേ? NSSലേക്ക് അയച്ചു കൊടുത്തത് ആരെയാ? യോഗക്ഷേമ സഭയിലേക്ക് അയച്ചു കൊടുത്തത് ആരെയാ? SNDPയിലേക്ക് അയച്ചു കൊടുത്തത് ആരെയാ? ഇതൊക്കെ ചരിത്രമാണ്. ആ ചരിത്രം നമുക്ക് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിലുണ്ട്. ആ ജാതീയതയെ സ്വീകരിച്ചുകൊണ്ട്, ജാതി സമൂഹത്തെ സ്വീകരിച്ചുകൊണ്ട് രാഷ്ട്രീയത്തിൽ സ്വാധീനമുണ്ടാക്കാൻ ശ്രമിച്ചവരല്ലേ ഇടതുപക്ഷം? പിന്നെ എന്തുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ എന്നും ഹിന്ദു പരിപ്രേക്ഷ്യത്തിൽ നിൽക്കുന്ന ആളുകളാണ്. അവിടെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഹിന്ദു പരിപ്രേക്ഷ്യത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഹിന്ദുത്വം എന്ന് പറയുന്നത് ജാതിക്കും മതത്തിനും അപ്പുറം ഒരു ദേശീയതയാണെന്ന് ചിന്തിച്ചുകൊണ്ടും ആ ഹിന്ദു പരിപ്രേക്ഷ്യത്തിലുള്ള പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, അത് ജാതിയുടെ അടിസ്ഥാനത്തിൽ മാത്രമല്ല, ഇവിടെ സമ്പദ്ഘടനയുടെ അടിസ്ഥാനത്തിൽ പിന്നോക്ക വിഭാഗത്തിലുള്ള ആളുകളെ ഏകോപിപ്പിക്കുന്നു ഞങ്ങൾ ഒരു ഭാഗത്ത്. മറുഭാഗത്ത് കേരളത്തിന്റെ വികസനമാണ് ഞങ്ങളുടെ ലക്ഷ്യം. കേരളത്തിന്റെ വികസനം. ശ്രീ ജേക്കബ് ജോർജ്, പച്ചക്ക് അല്ലെങ്കിൽ പ്രകടമായി തന്നെ മതം, ജാതി തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നത് കേരളത്തിൻ്റെ രാഷ്ട്രീയ രംഗത്ത് അത്ര ശരിയായതല്ല എന്നൊരു തോന്നൽ സമീപകാലങ്ങളിലെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ കൊണ്ടു നടന്നിരുന്നു. അത് ശരിയോ തെറ്റോ, അത് വ്യാജമായതോ അല്ലെങ്കിൽ ഉള്ളിലമർത്തി വെച്ച ജാതീയതയെ പുറത്തു കാണിക്കാതെയുള്ള കള്ളത്തരമോ മറ്റോ ആണോ എന്നുള്ള കാര്യങ്ങൾ മറ്റ് ചർച്ചാ വിഷയങ്ങളാണ്. പക്ഷേ എങ്കിൽ പോലും അതിവിടെ ഒരു യാഥാർത്ഥ്യമായിരുന്നു. ജാതി മതം എന്നത് പറഞ്ഞല്ല വോട്ട് പിടിക്കേണ്ടത് എന്ന്. അവിടെയാണ് പ്രകടമായ മാറ്റവുമായി BJPയും SNDPയും വരുന്നത്. SNDP അവരുടെ ജാതി തന്നെയാണ് പറയാൻ പോകുന്നത്. BJP മതരാഷ്ട്രീയമാണ് പറയാൻ പോകുന്നത്. അവരുടെ മതത്തിൻ്റെ പേരിലാണ് വോട്ട് പിടിക്കാൻ പോകുന്നത്. അങ്ങനെയൊരു രാഷ്ട്രീയ
പരിപാടിയുടെ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിന് പറ്റിയ മണ്ണായി ഇതിനകം കേരളം മാറിയിട്ടുണ്ടോ? അതിൻ്റെ ആദ്യ സൂചനകൾ നമ്മുടെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്ത് അതിൻ്റെ വിധിയിലൊക്കെ ലഭ്യമാകുമോ? തീർച്ചയായും സനീഷേ, അതിൻ്റെ ഉത്തരം ഈ തെരഞ്ഞെടുപ്പ് തരും, തീർച്ചയായിട്ടും. കാരണം ജാതി മത എന്നതിനപ്പുറത്ത് ഒരു ഹിന്ദു രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് വോട്ട് പിടിക്കാൻ ഇറങ്ങുന്ന BJPക്ക് ഇതുവരെയും ഇവിടെ ഒരു സ്ഥാനം ചുവട് ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ SNDP ഇവിടെ കൂട്ടിക്കഴിഞ്ഞാൽ ഹിന്ദു രാഷ്ട്രീയവാദം BJPയിലൂടെയും SNDPയിലൂടെയും കേരളത്തിൽ വേരോടുമോ? കേരളീയരുടെ പിന്തുണ അതിന് കിട്ടുമോ എന്നൊരു ചോദ്യം. അപ്പോൾ ഇപ്പം പിന്നോക്ക വിഭാഗക്കാരെ കൂട്ടിപ്പിടിച്ചുകൊണ്ടാണല്ലോ ബഹുമാനപ്പെട്ട ഗോപാലകൃഷ്ണൻ പറയുന്നത്. ഞാൻ പറയട്ടെ, ഈ പിന്നോക്ക വിഭാഗക്കാരെ ഇന്നത്തെ കേരളത്തിൻ്റെ ഭാഗമാക്കിയത് ആരാണ്? ഇവിടെ മാറി മാറി വന്ന രണ്ട് ഭരണമുന്നണികളാണ്. ഒന്ന് കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഗവൺമെൻറ്, രണ്ട് CPM നേതൃത്വം കൊടുക്കുന്ന ഗവൺമെൻറ്. ഈ ഗവൺമെൻറ് കേരളത്തിൻ്റെ ജനതയുടെ ആളോഹരി വരുമാനം, ഈ കേരളത്തിലെ ജനങ്ങൾ, കേരളത്തിൽ നമ്മൾ ഇന്ന് കാണുന്ന അഭിവൃദ്ധി, സാമ്പത്തിക അഭിവൃദ്ധി, വിദ്യാഭ്യാസപരമായി, സാമൂഹ്യമായി, സാമ്പത്തികമായി കേരളം നേടിയിട്ടുള്ള നേട്ടങ്ങൾ ഇവിടെ BJP ഭരിച്ചിട്ടില്ലല്ലോ. ഈ രണ്ട് മുന്നണികൾക്കും മാത്രം അവകാശപ്പെട്ടതാണ് ഇവിടെ കേരളം നേടിയ നേട്ടങ്ങൾ. ഇവിടുത്തെ ജനങ്ങളുടെ ആളോഹരി വരുമാനം, കേരളത്തിൽ ഒറ്റ വ്യവസായമില്ലല്ലോ ബഹുമാനപ്പെട്ട ഗോപാലകൃഷ്ണൻ. ഒരു വ്യവസായവും നല്ല വ്യവസായങ്ങളും ഒന്നുമില്ലാതെ നമ്മൾ വളർത്തിയെടുത്ത ഒരു വളർച്ച. ലോക നിലവാരത്തിലാണ് നമ്മുടെ ജീവിതം, നമ്മുടെ മനുഷ്യർ പാവപ്പെട്ടവരും ജീവിക്കുന്നത്. ആയുർദൈർഘ്യം മുതൽ ഇങ്ങോട്ട് പല ജീവിത സൂചികകൾ ലോക നിലവാരത്തിനൊപ്പം നിൽക്കുന്നു. ആളോഹരി വരുമാനം കുറഞ്ഞപ്പോഴും ഇപ്പോഴും ആളോഹരി വരുമാനം കൂടിയിരിക്കുമ്പോഴും ഗുജറാത്തിലെ സ്ഥിതി അതാണോ? തീർച്ചയായും അതൊരു വസ്തുതയാണ് ശ്രീ ജേക്കബ് ജോർജ്, അതൊരു വസ്തുതയാണ്. പക്ഷേ തെരഞ്ഞെടുപ്പാകുമ്പോൾ പ്രചാരണമുണ്ടാകും. പ്രാദേശികമായ വികസനം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായി സ്വാഭാവികമായും തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ വരുമല്ലോ. പ്രാദേശികമായ വികസനം വരുമ്പോൾ സ്വാഭാവികമായും ഈ പറയുന്ന ഇരു മുന്നണികളിൽ ആരെങ്കിലും ആയിരിക്കും അവിടെ ഭരണം നടത്തുന്നുണ്ടാവുക. അവിടെ ഉണ്ടാകുന്ന സ്വാഭാവികമായും ഭരണകക്ഷി എന്ന നിലയിൽ അവർ മറുപടി പറയേണ്ടി വരും. അവിടെ ആയിരിക്കില്ലേ BJPയുടെയും SNDPയുടെയും പ്രതിപക്ഷ പൊളിറ്റിക്സ്, പ്രതിപക്ഷ രാഷ്ട്രീയം പ്രസക്തമാവുക? വലിയ തോതിൽ വികസനത്തിൻ്റെ ആചാര്യൻ അല്ലെങ്കിൽ വികസനത്തിൻ്റെ വലിയ രൂപം, ആൾ രൂപം എന്ന നിലയ്ക്ക് കൊണ്ടാടപ്പെടുന്ന നരേന്ദ്രമോദി, അദ്ദേഹത്തിൻ്റെ ആദ്യ വർഷം അദ്ദേഹത്തിൻ്റെ കൂടെ കഴിവുപയോഗിച്ച് നമുക്കിവിടെ വികസനം കൊണ്ടുവരാം എന്ന് പ്രതിപക്ഷ പാർട്ടിയായി നിന്ന് SNDP BJP മുന്നണി പറയുമ്പോൾ നിലവിലുള്ള രാഷ്ട്രീയ ഭരണ തലപ്പത്തുള്ള ആളുകളെ തള്ളിക്കളയാൻ അത് നാട്ടുകാർക്ക് പ്രേരണയാകില്ലേ? അത് ഗുണം ചെയ്യില്ലേ ഈ മുന്നണിക്ക്? അല്ല, BJP SNDPയും കൊണ്ടുവരാൻ പോകുന്നത് ഹിന്ദു രാഷ്ട്രീയവാദമാണ് ആദ്യം എന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. ബഹുമാനപ്പെട്ട ഗോപാലകൃഷ്ണൻ പറഞ്ഞു കഴിഞ്ഞു. വികസനത്തിന്റെ കാര്യവും പറയുന്നു. പറയട്ടെ, തീർച്ചയായിട്ടും കേരളത്തിലെ പിന്നോക്കക്കാരെ ഈ നിലയിലേക്ക് വളർത്തിയെടുത്തത് ശ്രീനാരായണ ഗുരുവിന്റെ സന്ദേശങ്ങൾക്ക് വലിയ സ്ഥാനമുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവിടെ വളർന്നു വന്ന ഇടതുപക്ഷത്തിന് വലിയ സ്വാധീനമുണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് വലിയ സ്ഥാനമുണ്ട്. ഇന്ന് ഇവിടുത്തെ അടിസ്ഥാന തൊഴിലാളി വർഗം എന്ന് പറയുന്നത് കേരളക്കാരൊന്നുമല്ല. കേരളക്കാർക്ക് ഈ പണിയൊന്നും വേണ്ട. ഇവിടെ പണിയെടുക്കുന്നത് ഉത്തരേന്ത്യയിൽ നിന്ന് വരുന്ന, ബംഗാളിൽ നിന്നും ബീഹാറിൽ നിന്നും ജാർഖണ്ഡിൽ നിന്നൊക്കെ വരുന്നവരാണ് ഇവിടെ പണിയെടുക്കുന്നത്. അത്രമാത്രം കേരളം സമ്പന്നമായി കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ ഇനിയിപ്പോൾ ഈ കേരളത്തിലെ ജനവിഭാഗത്തെ രാഷ്ട്രീയമായിട്ട് തന്നെ വളരെ ശക്തമായിട്ട് രണ്ട് ഭാഗത്ത് ചേരിയിൽ നിലയുറപ്പിച്ചിരിക്കുന്ന ഈ രണ്ട് ചേരികളെ, ജനങ്ങളെ, മതേതര സങ്കല്പങ്ങൾ മനസ്സിൽ കട്ടപിടിച്ചുറഞ്ഞു കിടക്കുന്ന മലയാളി മനസ്സിനെ ഒരു ഹിന്ദു വോട്ട്, ഹിന്ദു രാഷ്ട്രീയം എന്ന് പറഞ്ഞിട്ട് വിഭജിക്കാൻ കഴിയുമെങ്കിൽ, BJPക്കും SNDPക്കും അതിന് കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് കാണാം. ഒരു വലിയ പരീക്ഷണമല്ലേ കേരളത്തിലെ പരീക്ഷണം നടക്കട്ടെ. താങ്കളിലേക്ക് വരാം. ശ്രീ B ഗോപാലകൃഷ്ണൻ, അതാണ് നേരെ വന്ന് വികസനത്തിന്റെ കാര്യത്തിൽ കുറെക്കൂടെ മെച്ചപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാക്കിത്തരാൻ ഞങ്ങൾക്ക് സാധിക്കും എന്ന് നാട്ടുകാരോട് പറഞ്ഞിരുന്നെങ്കിൽ പ്രാദേശികമായി നിങ്ങൾക്ക് ശക്തിയുള്ളിടത്ത് ഒറ്റക്ക് തന്നെ ഒരുപക്ഷെ വിജയമോ അല്ലെങ്കിൽ മുന്നേറ്റമോ ഉണ്ടാക്കാൻ സാധിക്കുമായിരുന്നു. പക്ഷേ SNDPയുമായി ചേരുന്നതിലൂടെ ഞങ്ങൾ മതത്തിൻ്റെയും ജാതിയുടെയും രാഷ്ട്രീയമാണ് പറയാൻ പോകുന്നത് എന്നത് ഈ പറയുന്ന പ്രബുദ്ധരായിട്ടുള്ള കേരളത്തിലെ വോട്ടർമാരോട് അത് പറയുന്നതോടുകൂടി ആ സാധ്യത അടയുകയാണ് ചെയ്തത് എന്ന് വിലയിരുത്തുന്ന ആളുകളുണ്ട്. വികസനം പറയുന്നതിന് പകരം ഞങ്ങൾ മതവർഗീയ രാഷ്ട്രീയമാണ് പറയുന്നത് എന്നത് ഏറ്റെടുക്കുന്നതിലൂടെ അവിടെ അടഞ്ഞിട്ടുണ്ട് എന്ന് കാണുന്ന ആളുകളുമുണ്ട്. എന്താകും അതിനുള്ള മറുപടി? സനീഷേ, ഞങ്ങൾ പറയുന്നത് ഇടതുപക്ഷ ഹിന്ദുത്വമാണ്. ഞങ്ങൾ പറയുന്നത് ഹിന്ദു സോഷ്യലിസമാണ്. പാവപ്പെട്ട ജനങ്ങൾക്ക് കൊടുക്കേണ്ടത് അത് വെറും ഉപരിപ്ലവമായിട്ടുള്ള രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിലല്ല,
വളരെ കൃത്യമായിട്ടുള്ള സാമ്പത്തികമായ മുന്നേറ്റത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഭൗതികവാദ സോഷ്യലിസമാണല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്നത്. എന്തുകൊണ്ട് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ ആധ്യാത്മിക സോഷ്യലിസം, അതിന്റെ പേരാണ് ഹിന്ദു സോഷ്യലിസം എന്ന്. ആ ഹിന്ദു സോഷ്യലിസമാണ് ഞങ്ങൾ കൊണ്ടുവരാൻ പോകുന്നത് കേരളത്തിൽ. അത് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ജാതിയുടെ അടിസ്ഥാനത്തിൽ മാത്രമല്ല എന്ന് ഞാൻ കൃത്യമായി പറഞ്ഞു. എല്ലാ കാലഘട്ടത്തിലും ഞങ്ങൾ ഒരിക്കലും ഹിന്ദുത്വത്തെ മതപരമായി മതവൽക്കരിച്ചിട്ടില്ല. ഹിന്ദുത്വം എന്ന് പറയുന്നത് ഈ നാട്ടിലെ മുസ്ലിം, ഈ നാട്ടിലെ ക്രിസ്ത്യൻ, ഇവരെല്ലാം ഉൾപ്പെട്ടതാണ് ഹിന്ദുത്വം. നേരത്തെ ബഹുമാനപ്പെട്ട എൻ്റെ ജേക്കബ് ജോർജ് പറഞ്ഞ ഒരു മറുപടി ഞാൻ പറഞ്ഞോട്ടെ. എന്ത് പുരോഗമനം ഈ കേരളത്തിൽ ഉണ്ടായി എന്നാണ് ബഹുമാനപ്പെട്ട ജേക്കബ് ജോർജ് ഇത്രയേറെ പറയുന്നത്? 1957 മുതൽ 2015 വരെയുള്ള ഈ കാലഘട്ടം എന്ന് പറഞ്ഞാൽ 19 വർഷം ഇടതും വലതും മാറി മാറി ഭരിച്ചില്ലേ? SSLC പരീക്ഷയ്ക്ക് പാസ്സായ വിദ്യാർത്ഥിക്ക് സ്വന്തം ഭാഷ, സ്വന്തം പേര് എല്ലാ ഭാഷയിലും എഴുതാൻ അറിയില്ല എന്നാണ് ഏറ്റവും അവസാനത്തെ വിദ്യാഭ്യാസ വകുപ്പ് കണ്ടെത്തിയിരിക്കുന്നത്. IPS-ഉം IAS-ഉം ഈ കേരളത്തിൽ മലയാളത്തിൽ പഠിച്ച് മലയാള സ്കൂളിൽ പഠിച്ചവർക്ക് അന്യമായിട്ടില്ലേ? വേണ്ട. ആന്ധ്രയിൽ ഒരു കൊടുങ്കാറ്റുണ്ടായാൽ ജേക്കബ് ജോർജിനും എനിക്കും ഭക്ഷണം കിട്ടില്ല. തമിഴ്നാട്ടിൽ ഒരു കലാപമുണ്ടായാൽ നമുക്ക് പച്ചക്കറി കഴിക്കാൻ പറ്റില്ല, മുളക് കഴിക്കേണ്ടി വരും. ഇതൊന്നും വേണ്ട. നമുക്ക് യമനിലോ ദുബായിലോ ഒരു പ്രശ്നമുണ്ടായാൽ ഈ കേരളം പട്ടിണിയില്ല. എന്താണ് ഇവിടുത്തെ ഉൽപാദനം? ഉൽപാദനമില്ലാത്ത ഉപഭോഗ കമ്പോളമാ. പിന്നെ എന്ത് വികസനത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്? തീർച്ചയായും അത്തരം കാര്യങ്ങളാണ് ശ്രീ പി എം സുരേഷ് ബാബു അത്തരം കാര്യങ്ങളാണ് തെരഞ്ഞെടുപ്പിൽ BJP-ക്കാർ പറയാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ പ്രാദേശിക തെരഞ്ഞെടുപ്പാണ്, തദ്ദേശ സ്ഥലങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ്, അവിടുത്തെ വികസനങ്ങളടക്കമുള്ളവ ചർച്ചയാകും. അക്കാര്യത്തിലടക്കം ഇതാ ഒരു പുതിയൊരു നീക്കം, പുതിയൊരു മുന്നണി വരുന്നു എന്നൊരു തോന്നലുണ്ടായാൽ കൊള്ളാവുന്ന സ്ഥാനാർത്ഥികൾ അവർക്കുണ്ടെങ്കിൽ അവർക്ക് വോട്ട് ചെയ്യുക എന്നതിലേക്ക് നാട്ടുകാരെത്തുകയില്ലേ? ശ്രീ പി എം സുരേഷ് ബാബു, നിങ്ങൾ ഇരുവർക്കും നില ബുദ്ധിമുട്ടിലാവുകയില്ലേ? അല്ല, ശ്രീ ഗോപാലകൃഷ്ണൻ വക്കീൽ ഇപ്പോൾ ഉന്നയിച്ച ചില പ്രശ്നങ്ങളുണ്ടല്ലോ, പരാമർശങ്ങളുണ്ടല്ലോ. അത്തരം പരാമർശങ്ങളാണ് അവർ തിരഞ്ഞെടുപ്പ് ഗോതയിൽ ചർച്ച ചെയ്യപ്പെടാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഞാനതിന് സ്വാഗതം ചെയ്യുന്ന ആളാണ്. കേരളത്തിൻ്റെ പുരോഗതി, കേരളത്തിൻ്റെ സാമൂഹ്യ മാറ്റം, ഇവയിലൊക്കെ നേരത്തെ മാറി മരിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഐക്യജനാധിപത്യ മുന്നണിയും കൊണ്ട് കേരളത്തിന് നേട്ടമുണ്ടായിട്ടില്ല. അതുകൊണ്ട് ഞങ്ങളെ അധികാരത്തിലേറ്റണം എന്നാണ് പറയുന്നതെങ്കിൽ എനിക്ക് അതിന് ജനങ്ങളോട് മറുപടി പറയാം, UDF-ന് മറുപടി പറയാം. ശ്രീ MV ജയരാജൻ, അദ്ദേഹം ഈ ചാനലിലുണ്ട്, അദ്ദേഹത്തിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പേരിൽ ജനങ്ങളുമായി സംവേദിക്കാം. പക്ഷേ ഇവിടെ നിർഭാഗ്യവശാൽ BJP-ക്ക് പാളിപ്പോയത്, BJP ഈ തിരഞ്ഞെടുപ്പിൽ ഒരു സാമുദായിക സംഘടനയുമായി കൂട്ടുപിടിച്ച് അതിലൂടെ ഈ കേരള രാഷ്ട്രീയത്തിലേക്ക് ഒരു കാലുറപ്പിക്കാൻ ശ്രമിച്ചു എന്നതിലാണ് ഒരു പരാജയം BJP-ക്ക് സംഭവിച്ചത്. ഒരു സ്ട്രാറ്റജിക് ഫെയിലിയറാണ് BJP-ക്ക് ഉണ്ടായിട്ടുള്ളത്. അത് ഞാൻ ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അവർ ഉയർത്തിക്കാണിക്കാൻ ആഗ്രഹിക്കുന്ന കേരളത്തിൻ്റെ സാമൂഹ്യ പിന്നോക്കാവസ്ഥയെ ആണെങ്കിൽ അതിനെ വസ്തുതകൾ വെച്ചുകൊണ്ട് നേരിടാൻ, അല്ലെ വസ്തുതകൾ വെച്ചുകൊണ്ട് അതിനെ ഉപരോധിക്കാൻ ഐക്യജനാധിപത്യ മുന്നണിക്ക് കഴിയും, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കഴിയും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഐക്യജനാധിപത്യ മുന്നണിയും കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നടത്തിയതിനെ കുറിച്ച് ശ്രീ ജേക്കബ് ജോർജ് കേരളത്തിൻ്റെ സാമൂഹ്യ മാറ്റത്തിൽ ഉണ്ടാക്കിയ പുരോഗതികളെക്കുറിച്ച് വളരെ പെരിഫറലായിട്ട് നമ്മുടെ മുമ്പിൽ പറഞ്ഞല്ലോ. അതൊന്നുമില്ല എന്ന് പറയുന്നത് അതൊരു വസ്തുതകളോട് നേരെ കണ്ണടക്കുന്നതിന് തുല്യമാണ്. ശ്രീ ഗോപാലകൃഷ്ണൻ വക്കീൽ ചെയ്യുന്നത് യാഥാർത്ഥ്യത്തിനോട് കണ്ണടക്കുകയാണ്. BJP-ക്ക് സമൂഹത്തിൽ ഒരു സ്പേസ് ഉണ്ട്, അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലുണ്ട്. ആ രാഷ്ട്രീയത്തിൽ അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് കേരള രാഷ്ട്രീയത്തിലേക്ക് കടക്കാൻ അവർക്ക് കഴിയുമായിരുന്നത് BJP-യുടെ തന്ത്രപരമായ ഒരു പാളിച്ച. എം വി ജയരാജൻ, BJP-ക്ക് തന്ത്രപരമായ പാളിച്ച ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെ വെക്കുക. പക്ഷേ BJP പറയുന്ന ഈ ഹിന്ദു രാഷ്ട്രീയം അത്ര തെറ്റായതല്ല എന്നൊരു തോന്നൽ വോട്ടർമാർക്കിടയിൽ ഉണ്ടാക്കി കൊടുക്കാൻ പല പരിപാടികളും CPM ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്ന് ആക്ഷേപിക്കുന്ന ആളുകളുണ്ട്. ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം അടക്കമുള്ള കാര്യങ്ങൾ BJP പറയുന്ന ഹിന്ദു അനുകൂല രാഷ്ട്രീയം തെറ്റായതല്ല എന്നൊരു സന്ദേശം താഴെ തലത്തിൽ എത്തിച്ചു. 5 ലക്ഷത്തോളം പുതിയ വോട്ടർമാരൊക്കെ ഉണ്ടല്ലോ, അതിനേക്കാൾ കൂടുതൽ ആളുകൾ ഉണ്ടാകും RSS-നോടുള്ള വിരോധമുള്ള ഇല്ലാതിരിക്കുന്ന ആളുകൾ. അതുകൊണ്ട് തന്നെ അത്തരം വോട്ടർമാരുടെ മുന്നിലേക്ക് ഞങ്ങളും ഒരു ശക്തിയാണ് എന്ന് പറയുമ്പോൾ ചെല്ലുമ്പോൾ പ്രാദേശികമായിട്ടുള്ള സ്ഥലത്ത് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കീഴിലെ വലിയ CPM ഇടതുപക്ഷ വോട്ടുകളിൽ വോട്ടുകളിൽ നിന്ന് അങ്ങോട്ടൊഴുകുകയാണെങ്കിൽ ആത്യന്തികമായി ഉമ്മൻചാണ്ടി പറഞ്ഞിടത്തേക്കാണ് കാര്യങ്ങൾ എത്തുക. അരുവിക്കര ആവർത്തിക്കും, ഇടതുപക്ഷത്തിന് പരാജയമുണ്ടാകും, UDF വിജയിക്കും. ഇടതുപക്ഷത്തിന് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പരാജയവും ഉണ്ടാവില്ല. ഭൂരിപക്ഷം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇടതുപക്ഷം വിജയിക്കും, ഭരിക്കും. ഇനി പുതിയ ചില രാഷ്ട്രീയ വാക്കുകൾ നമ്മൾ കേൾക്കുകയാണ്. ഇടതുപക്ഷ ഹിന്ദുയിസം, ഹിന്ദു സോഷ്യലിസം. ഹിന്ദുത്വം എന്നാൽ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഉൾപ്പെടുന്നതാണ്.
ഇത് ഈ ചാനൽ കാണുന്ന ശ്രോതാക്കളെ കബളിപ്പിക്കലല്ലേ? എന്താ ഹിന്ദുത്വം എന്നത് മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗങ്ങളെ ഉൾക്കൊള്ളൂ എന്ന് പറയുമ്പോൾ ഈ ഏറ്റവും ഒടുവിൽ 2 നാൾ മുമ്പല്ലേ ഉത്തരേന്ത്യയിലെ ദാദ്രിയിൽ ആ വീട്ടിൽ ആട്ടിറച്ചി കൊണ്ടുപോയി ഭക്ഷണം പാചകം ചെയ്ത വീട്ടിൽ, ആ മുഹമ്മദ് അഖിലാഖിൻ്റെ വീട്ടിൽ എന്താ കണ്ടെത്തിയതെന്ന് വ്യാജം പ്രചരിപ്പിച്ച് ക്ഷേത്രത്തിൽ നിന്ന് ഉച്ചഭാഷണിയിലൂടെ പ്രചരിപ്പിച്ചില്ലേ? ആ വ്യാജ പ്രചരണത്തിലൂടെ തല്ലിക്കൊന്നില്ലേ? ഇഷ്ടിക കൊണ്ട് തല്ലിക്കൊന്നില്ലേ? എന്താ ഒരു ദളിതനെ ഉത്തരേന്ത്യയിൽ ചെയ്തത്? ഒരു പാവപ്പെട്ട ദളിതൻ ക്ഷേത്രത്തിൽ കയറിയനല്ലേ കൊലപ്പെടുത്തിയത്? ഇങ്ങനെ എത്രയെത്ര സംഭവം ഈ വർഗീയ ധ്രുവീകരണത്തിലൂടെ ഉണ്ടാവും. ആത്യന്തികമായി ഈ സംഭവങ്ങൾക്ക് അടിസ്ഥാനം എന്താ? ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒരമ്മ പെറ്റ മക്കളെപ്പോലെ, ഒരു ഉമ്മ പെറ്റ മക്കളെപ്പോലെയാണ് BJP കാണുന്നതെങ്കിൽ എന്തിനാ കൽബുർഗിയെ ശ്രീരാമസേന കൊന്നത്? എന്തിനാ 8 വയസ്സ് പ്രായമുള്ള ഫഹദിനെ കാഞ്ഞങ്ങാട് കൊന്നത്? അപ്പോൾ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഐക്യം, ആ അജണ്ട BJPക്കില്ല. എന്നാൽ പ്രത്യയശാസ്ത്രം എന്താ? പ്രത്യയശാസ്ത്രം 3 ശത്രുക്കൾ: മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികൾ, കമ്മ്യൂണിസ്റ്റുകാർ. ഇതൊക്കെ വിചാരധാരയിലുള്ളതല്ലേ? ഒരുപാട് തവണ ഞാനിവിടെ ആ പുസ്തകം കോട്ട് ചെയ്ത് പറഞ്ഞത്, ഞാൻ ഗോപാലകൃഷ്ണൻ വക്കീലുള്ളത് കൊണ്ട് ആ പുസ്തകത്തിൻ്റെ ചില വിവരങ്ങൾ എടുക്കാറുണ്ട്. എന്തിന് ജനങ്ങളെ കബളിപ്പിക്കുന്നു? ഇതൊരു ഭാഗം. മറുഭാഗത്ത് കേരളത്തിൻ്റെ വികസനം എന്ന് പറയുമ്പോൾ കഴിഞ്ഞ 1957 മുതൽ ഇങ്ങോട്ട് എടുത്താൽ ഭൂപരിഷ്കരണ നിയമം, വിദ്യാഭ്യാസ നിയമം, സമ്പൂർണ്ണ സാക്ഷരത, വിവിധ ജനവിഭാഗങ്ങൾക്കുള്ള സാമൂഹ്യക്ഷേമ പെൻഷനുകൾ, ജനകീയ ആസൂത്രണം, പിന്നെ മിനിമം കൂലി, തൊഴിൽ സമരങ്ങളിൽ പോലീസ് ഇടപെടാത്ത നയം, പോലീസിന് ഒരു ജനകീയ മുഖം നൽകിയത്, ഇങ്ങനെ വിവിധങ്ങളായ കേരളത്തെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വേർതിരിക്കുന്ന വികസന പദ്ധതികൾ ഇവിടെ ആവിഷ്കരിച്ചത് ഇടതുപക്ഷമല്ലേ? ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞു, പ്രാദേശിക വികസനം 12,000 കോടി ഇടതുപക്ഷ ഭരണകാലത്ത് കൊടുത്തു. ഇപ്പോൾ 8,000 കോടി എത്തിയിട്ടില്ല. 20% ഉൽപാദന മേഖലക്ക് വിട്ടുകൊടുത്തു. ഇപ്പോൾ അത് മുഴുവൻ എടുത്തു. തീർച്ചയായും രാഷ്ട്രീയ വിഷയങ്ങൾ മാത്രമല്ല മറ്റു കാര്യങ്ങൾ കൂടെ സ്വാഭാവികമായും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകും. ഇവയിൽ ഏത് വിഷയങ്ങളായിരിക്കും തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വിധിയെ നിർണ്ണയിക്കുക എന്നത് കൂടെ ഈ ഘട്ടത്തിൽ ആലോചിക്കേണ്ടതാണ്. വളരെ പെട്ടെന്ന് തിരിച്ചു വരാം അതിഥികളിലേക്ക്, ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ശ്രീ ജേക്കബ് ജോർജ്, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ശ്രീ MB ജയരാജൻ ചൂണ്ടിക്കാണിക്കുന്നത് പോലുള്ള രാഷ്ട്രീയ വിഷയങ്ങൾ വലിയ തോതിൽ ചർച്ചയാകുമോ? അല്ലെങ്കിൽ ആളുകൾ വോട്ട് ചെയ്യാൻ ചെല്ലുമ്പോൾ അതൊരു പ്രധാനപ്പെട്ട വിഷയമായി അവരെടുക്കുമോ? ആ ദാദ്രി സംഭവം തൊട്ട് കൽബുർഗിയുടെയും ഗോവിന്ദ് പൻസാരയുടെയും ഒക്കെയുടെ വധം, അതിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള മാനങ്ങൾ, ഇതൊക്കെ വികസനം, വർഗീയത തുടങ്ങിയ കാര്യങ്ങളെല്ലാം അതൊക്കെ എടുത്തിട്ടായിരിക്കുമോ ജനം വോട്ട് ചെയ്യുക? അല്ലെങ്കിൽ സാധാരണഗതിയിൽ അതാതിടത്തെ പ്രാദേശിക പ്രശ്നങ്ങൾക്ക് മേലായിരിക്കില്ലേ വോട്ടെടുപ്പ്? തീർച്ചയായിട്ടും സനീഷ, ഈ പറയുന്ന സംസ്ഥാന രാഷ്ട്രീയത്തിൻ്റെ ഈ ശക്തി പ്രസാരണം ഒന്നും ഈ സാധാരണ ഒരു ലോക്കൽ പഞ്ചായത്തിലോ ആ പഞ്ചായത്തിൻ്റെ ഒരു കൊച്ചു വാർഡിലോ ഒന്നും പ്രതിഫലിക്കാൻ സാധ്യത വളരെ കുറവാണ്. എങ്കിലും പൊതുവായ ഒരു രാഷ്ട്രീയ ധാരയുണ്ടാവും, രാഷ്ട്രീയമായ ഒരു പ്രചാരണം ഉണ്ടാവും. അതിൻ്റെ അപ്പുറത്തേക്ക് പ്രാദേശിക പ്രശ്നങ്ങൾ, ഒരു കലുങ്ക് അല്ലെങ്കിൽ ഒരു പഞ്ചായത്തിൻ്റെ ഒരു വികസന പദ്ധതി, അതിൻ്റെ പേരിലുള്ള ചേരിതിരിവ്, പിന്നെ ഓരോ സ്ഥാനാർത്ഥിയുടെയും ബന്ധുബലം, ആൾബലം, കൂടെയുള്ള സുഹൃത്തുക്കൾ, സൗഹൃദങ്ങൾ, ഇതൊക്കെ ഒരുപക്ഷെ ജാതി മതം ഒക്കെ വരും അതിനകത്ത്. പിന്നെ SNDP യോഗത്തിൻ്റെ ഇപ്പോഴുണ്ടല്ലോ ഒരു 10-200 പേര് SNDPക്കാരുണ്ടെങ്കിൽ അതിലെത്ര പേര് BJP എന്ന് പറയുന്ന 3ാം മുന്നണിക്ക് വോട്ട് ചെയ്യും. ഇതുപോലെയുള്ള പല ഘടകങ്ങളും ഉണ്ടാവും. ഇങ്ങനെ കുറച്ച് പേര് BJPക്ക് വോട്ട് ചെയ്താൽ ആരുടെ വോട്ട് മാറും, ആരുടെ വോട്ട് മറിയും, എങ്ങോട്ടാണ് ബാലൻസ് തിരിക്കുക, ഇതുപോലുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടാവാം. ആ കൂടി നോക്കുമ്പോഴത്തേക്ക് നമ്മൾ ഈ കുട്ടിഘോഷിക്കുന്ന സംസ്ഥാന രാഷ്ട്രീയത്തിൻ്റെ അല്ലെങ്കിൽ ദേശീയ രാഷ്ട്രീയത്തിൻ്റെ ഒരു വലിയ പ്രതിഫലം ഒന്നും ഈ കൊച്ചു പഞ്ചായത്തുകൾ കാണുകയില്ല. തീർച്ചയാണ് അത് അവരുടേതായ പ്രാദേശിക പ്രശ്നങ്ങൾ തന്നെയായിരിക്കും പ്രധാനമായിട്ടും, പുറമേ ഉള്ള രാഷ്ട്രീയം വേറെയും. അതാണ് ശ്രീ PM സുരേഷ് ബാബു, മറ്റെല്ലാ രാഷ്ട്രീയ വിഷയങ്ങളും മാറ്റി നിർത്തിയാൽ പോലും ജനത്തിന്റെ ഉള്ളിൽ ഉണ്ടാവുക അവിടെ നടന്ന വികസന പ്രവർത്തനങ്ങൾ എങ്ങനെ, അതിനകത്ത് അഴിമതി നടന്നിട്ടുണ്ടോ എന്നൊരു വിഷയം കൂടെ ജനത്തിനകത്ത് ഒരുപക്ഷെ വലിയ തോതിലുള്ള വിഷയമാവുമായിരിക്കും. ഒരുപക്ഷെ അല്ല, സ്വാഭാവികമായും ആകും. ഈ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തുണ്ടായ അനവധിയായിട്ടുള്ള അഴിമതി ആരോപണങ്ങൾ, അതിന്മേലുണ്ടായിരിക്കുന്ന വിഷയങ്ങൾ, ബാർക്കോഴ, സോളാർ തുടങ്ങിയ സാധനങ്ങളെല്ലാം, സംഭവങ്ങളെല്ലാം ജനത്തിൻ്റെ മനസ്സിൽ വരും. അത് ചേർത്ത് വെച്ചുകൂടെയാണ് അവർ വോട്ട് ചെയ്യുന്നതെങ്കിൽ സ്വാഭാവികമായും
ഈ ഭരണവിരുദ്ധ വികാരം അവർക്കുള്ളിൽ ഉണ്ടെങ്കിൽ എല്ലായിടത്തും അത് പ്രതിഫലിക്കും, അത് ഇടതുപക്ഷത്തിന് ഗുണമാകും എന്ന് അവർ കണക്കാക്കുന്നുണ്ടായിരിക്കും. അതുകൂടെ വരികയില്ലേ? ശ്രീ ജേക്കബ് ജോർജിൻ്റെ നിരീക്ഷണത്തോട് ഞാൻ പൂർണ്ണമായി യോജിക്കുകയാണ്. ശ്രീ സനീഷ് പറഞ്ഞിട്ടുള്ളൊരു കാര്യങ്ങളിലേക്ക് ആവർത്തിച്ച് നമ്മൾ ഇതിനകത്ത് പറയേണ്ടതില്ലല്ലോ. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ബാർക്കോഴ കേസായാലും ശരി, സരിത കേസായാലും ശരി, ഇതൊക്കെ ചർവണം ചെയ്തതാണ് അരുവിക്കര തെരഞ്ഞെടുപ്പിൽ. അരുവിക്കര തെരഞ്ഞെടുപ്പോടുകൂടി, അതുകൊണ്ടാണ് അരുവിക്കര തെരഞ്ഞെടുപ്പോടുകൂടി അത് തിരസ്കരിച്ചിരിക്കുന്നു കേരളീയ പൊതുസമൂഹം. ഇതിൻ്റെ ഒരു അർത്ഥശൂന്യത, ഇതിനകത്തുള്ള യാഥാർത്ഥ്യമില്ലായ്മ ജനങ്ങൾ അംഗീകരിച്ച് ഗവൺമെൻറ്റിന് ക്ലീൻ ചിറ്റ് കൊടുത്താണ് അരുവിക്കര തെരഞ്ഞെടുപ്പിൽ ശ്രീ ശബരിനാഥ് ഉന്നതമായ വിജയം നേടിയിട്ടുള്ളത്. അതിന് ശേഷം വന്ന വല്ലതുണ്ടെങ്കിൽ നമുക്കത് ചർച്ച ചെയ്യാം. അതല്ലാതെ അതൊക്കെ പോയി കഴിഞ്ഞ വിഷയങ്ങളാണ്. പിന്നീട് ഞാൻ പറഞ്ഞല്ലോ, നാട്ടിൽ നടന്ന വികസനങ്ങൾ, വരാനിരിക്കേണ്ടുന്ന വികസനങ്ങൾ, ആ വികസന പ്രക്രിയയിൽ ജനങ്ങളെ തൃപ്തിപ്പെടുത്താത്ത കാര്യങ്ങൾ, ഇതൊക്കെ പരിഗണിക്കപ്പെടും. ഇതൊക്കെ ജനങ്ങളെ ശ്രദ്ധിക്കുകയും ചെയ്യും. അങ്ങനെ ശ്രദ്ധിക്കുന്ന ഒരു സാഹചര്യം വന്നാൽ ഉണ്ടാകുന്നതിന് ഞങ്ങൾക്കറിയാം. ഞങ്ങളാണ് 70%-ലധികം വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഭരിക്കുന്നത്. അതുകൊണ്ടൊരു ഭരണവിരുദ്ധ വികാരം അവിടെയൊക്കെ നിഴലിക്കാൻ സാധ്യതയൊക്കെ ഉണ്ട്. അതില്ലെന്നൊന്നും ഇപ്പോൾ ഞങ്ങൾ പറയുന്നില്ല. അങ്ങനെ ഒരു സാധ്യത വരാതിരിക്കത്തക്ക വിധത്തിൽ ഭരണരംഗത്ത് വളരെ ശുഷ്കാന്തിയോടുകൂടി കഴിഞ്ഞ 2 വർഷമായി പ്രവർത്തിക്കാൻ ഐക്യജനാധിപത്യ മുന്നണി നിർദ്ദേശം കൊടുക്കുകയും ആ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ പൂർണ്ണമായ ശുഷ്കാന്തിയോടുകൂടി യാതൊരു അപാകതയും വരാത്ത രൂപത്തിലാണ് ഈ കഴിഞ്ഞ 2 വർഷമായി ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, UDF-ന്റെ നേതൃത്വത്തിലുള്ള എല്ലാ സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നത് എന്ന് ഉത്തമ വിശ്വാസമുള്ളത് കൊണ്ടാണ് ഞങ്ങൾ അരുവിക്കര തെരഞ്ഞെടുപ്പിൻ്റെ വിജയത്തിൻ്റെ പശ്ചാത്തലം ഓർമ്മിപ്പിച്ചുകൊണ്ട് അത് ആവർത്തിക്കുമെന്ന് പറയാൻ മുഖ്യമന്ത്രി തയ്യാറായത്. ശ്രീ എം വി ജയരാജൻ, അരുവിക്കരയെ ഓർമ്മിപ്പിച്ചത് ഈ കാര്യം കൊണ്ടാണ്. ഇപ്പോൾ ഉള്ളത് VS അച്യുതാനന്ദൻ, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവായിട്ടുള്ള VS അച്യുതാനന്ദനെതിരായി വെള്ളാപ്പള്ളി നടേശൻ തൊടുത്തുവിടുന്ന അഴിമതി അല്ലെങ്കിൽ ആരോപണങ്ങളാണ്. പണം നൽകിയിട്ടുണ്ട് എന്നതടക്കമുള്ള ആരോപണങ്ങളാണ്. അവർ തമ്മിലുള്ള വാക്കുതർക്കങ്ങളാണ്. ആ കാര്യം ഓർമ്മയിൽ നിൽക്കുന്ന പൊതുജനത്തിന് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ ചെല്ലുമ്പോൾ സോളാർ കേസോ സരിത കേസോ പോലുള്ള ചർവണം നടത്തി ഉപേക്ഷിച്ചു കളഞ്ഞ വിഷയങ്ങൾ ഉണ്ടാവുകയില്ല. അപ്പോഴും ദോഷമാർക്കാണ്? ഇടതുപക്ഷത്തിനാണ്. ഭരണവിരുദ്ധ വികാരം ഉണ്ടാവുകയില്ല. ഉമ്മൻചാണ്ടി സർക്കാരിനെതിരായിട്ടുള്ള വോട്ടായിരിക്കില്ല തദ്ദേശ തെരഞ്ഞെടുപ്പിൽ രേഖപ്പെടുത്തപ്പെടുക. VS-നെതിരായിട്ട് അഴിമതി ആരോപണമോ? ഇതെന്താ കേൾക്കുന്നത്? വെള്ളാപ്പള്ളി നടേശന് എന്ത് പറ്റി? അദ്ദേഹത്തിനെതിരായി വന്ന ആക്ഷേപങ്ങളെക്കുറിച്ച് മറുപടി പറയുന്നതിന് പകരം ചേരയിൽ നിന്ന് ഇറങ്ങിപ്പോയി 2 കാലിലുമുള്ള മന്ത് പൂഴ്ത്തി വെച്ചിട്ട് ഒരു മന്തുമില്ലാത്ത ആളെ കാണുമ്പോൾ മന്ദ എന്ന് വിളിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഇനി ഈ 5 വർഷം തീർച്ചയായും ലോക്കൽ ബോഡീസിൻ്റെ നേതൃത്വത്തിൽ നടന്ന വികസന പ്രവർത്തനങ്ങൾ പ്രധാനമായും ജനങ്ങൾ പരിശോധിക്കും. അവിടെയാണ് ഞാൻ പറയുന്നത്, 5 വർഷം UDF സർക്കാർ ഈ കേരളത്തിൽ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ നയിച്ചത് പഞ്ചായത്ത് രാജ്, വികസന രാജ് അല്ല, പകരം അഴിമതി രാജ്, ഉദ്യോഗസ്ഥ രാജാണ്. ഇപ്പോൾ ഇതാ ഇലക്ഷൻ കമ്മീഷൻ മാർഗരേഖ ഇറക്കിയിട്ട് പോലും ട്രാൻസ്ഫറാണ്. കേരളത്തിൽ എന്തെല്ലാം നടക്കുന്നത്? ഇനി പഴയ അഴിമതി പോട്ടെ. യഥാർത്ഥത്തിൽ സുരേഷ് ബാബു പറഞ്ഞതിലൊരു സത്യമുണ്ട്. ഈ അഴിമതി നടത്താൻ ജനങ്ങൾ അംഗീകാരം കൊടുത്തിരിക്കുന്നു എന്നിവർ വ്യാഖ്യാനിച്ചു പോയി അരുവിക്കരിയിൽ ജയിച്ചപ്പോൾ. അതിനെ തുടർന്നാണ് 100 കോടിയുടെ അഴിമതി കൺസ്യൂമർ ബോർഡ് നടത്തിയത്. ഇവർക്ക് തന്നെ ന്യായീകരിക്കാൻ കഴിഞ്ഞില്ല. KPCC സെക്രട്ടറി റിപ്പോർട്ട് കൊടുത്ത് ഒന്ന് ഞാൻ ഇടപെട്ട് ചോദിച്ചു കൊള്ളട്ടെ അതിനകത്ത്. ക്ഷമിക്കണം എന്നോട്. അതായത് ഈ പറയുന്ന അഴിമതി ആരോപണങ്ങൾ, കൺസ്യൂമർ ഫെഡ്, സോളാർ തൊട്ടിങ്ങോട്ട് കൺസ്യൂമർ ഫെഡ് വരെയുള്ള അഴിമതി ആരോപണങ്ങൾ, പ്രശ്നങ്ങൾ, അവ കൂടെ ഓർമ്മയിലേക്ക് വരുന്നത് തടയുന്ന മറ്റു ചില കാര്യങ്ങൾ കൂടെയുണ്ട്. പാർട്ടിക്കകത്തെ വിഭാഗീയത, ആ ഒരറ്റം വെള്ളാപ്പള്ളി നടേശൻ പിടിച്ചിട്ടുണ്ട്. എന്താണ് അദ്ദേഹം പറയാൻ പോകുന്നത് എന്നറിയില്ല. പക്ഷേ ഇന്നിപ്പോൾ TK പളനിക്കെതിരായി നിന്ന ആൾക്ക് ജോലി കൊടുക്കണം എന്ന് VS അച്യുതാനന്ദൻ എന്നോട് ആവശ്യപ്പെടുകയും ഞാൻ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞല്ലോ. പാർട്ടി CPM-നകത്തെ ഗ്രൂപ്പിസം എന്ന പ്രധാനപ്പെട്ട ഒരു തീം കൂടെ എടുത്ത് പുറത്തേക്കിടുന്നുണ്ട് വെള്ളാപ്പള്ളി നടേശൻ. നഷ്ടമുണ്ടാകാൻ പോകുന്നത് നിങ്ങൾക്ക് തന്നെയായിരിക്കും. അതിലൊന്നും ഒരു കാര്യമില്ല. വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോൾ ഉന്നയിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യയും മകനും ചേർന്ന് ഡൽഹി പോയിട്ട് സ്ഥാനം ഉറപ്പിക്കാൻ വേണ്ടി നടത്തിയ നീക്കം പുറത്തായി. SNDP-യുടെ സാധാരണ പ്രവർത്തകന്മാർ ചോദ്യം ചെയ്യാൻ തുടങ്ങി. അപ്പോൾ VS-ന്റെ മേക്കിട്ട് കയറലാണ്. അതിലൊന്നും ഒരു വസ്തുതയില്ല.
ഇനി ഇവിടെ പ്രാദേശിക വികസനത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ നേരത്തെ അതായിരുന്നു ഊന്നൽ കൊടുത്തത്. സമ്പൂർണ്ണ പാർപ്പിട പദ്ധതി അട്ടിമറിച്ചു. ഉൽപ്പാദന മേഖലയിൽ 20% പണം കൊടുക്കണമെന്നുള്ള വ്യവസ്ഥ അങ്ങ് ഒഴിവാക്കി. കുടുംബശ്രീ 4% പലിശക്ക് ഇടതുപക്ഷം കൊടുത്തതാണ്. അതിപ്പോൾ പലിശ 6%, 11% ഉയർത്തി. ഇതുപോലെയുള്ള പ്രശ്നം നാട്ടിൽ ഗൗരവപ്പെട്ട പ്രശ്നമാണ്. റേഷനരി 25 കിലോയിൽ നിന്നാണ് 17 കിലോ ആയി വെട്ടിക്കുറച്ചത്. 17 കിലോയിൽ നിന്നാണ് 10 കിലോ ആയി വെട്ടിക്കുറച്ചത്. പാവപ്പെട്ട അതിദരിദ്രർക്ക് കൊടുക്കുന്ന അരി വിഹിതം വെട്ടിക്കുറച്ചില്ലേ ഇവർ? ഇതിൽ പേര് എന്താ പറയാനുള്ളത്? 1914 കോടി ഉറുപ്പിയുടെ കുടിശ്ശികയാണ് കർഷക തൊഴിലാളി പെൻഷൻ മുതൽ വാർദ്ധക്യകാല പെൻഷൻ വരെയുള്ള 14 പെൻഷൻ വാങ്ങിക്കൊണ്ടിരിക്കുന്ന 41 ലക്ഷം ആളുകൾക്ക് കൊടുക്കാനുള്ളത്. ഇതാ വികസനം? ഇതുപോലെയുള്ള പ്രശ്ന പഞ്ചായത്തിലെ ചർച്ചയെ ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വൃദ്ധയായ പെൻഷൻ വാങ്ങുന്ന സ്ത്രീയെ കണ്ടു. അവർ വോട്ട് ചെയ്യാൻ പോകുന്നത് പോലെ നമ്മുടെ പാർട്ടിയുടെ പ്രവർത്തകന്മാർ 2 പേർ ചേർന്ന് കസേരയിൽ കൊണ്ടുപോവുകയാണ്. എവിടത്തേക്കാ മാതിയെടുത്തി പോകുന്നത്? അപ്പോൾ മാതിയെടുത്തി പറയുകയാണ്, എടാ പെൻഷൻ ഇപ്പം ബാങ്കിൽ പോകണം പോലും ഇതുവരെ വീട്ടിൽ മണി ഓർഡറായി കിട്ടിയതാണ്. ആ പാവപ്പെട്ട മാതിയെടുത്തി വോട്ട് ചെയ്യോ സുരേഷ് ബാബുവിൻ്റെ പാർട്ടിക്ക്, BJP-കാർക്ക്? എന്താ നാട്ടിലെ ജനങ്ങളുടെ പൊതു പ്രശ്നം? ആ തേയില തൊഴിലാളികൾ മുഴുവൻ ആളുകളും സമരത്തിലിറങ്ങിയില്ലേ? കശുവണ്ടി തൊഴിലാളികൾ മുഴുവൻ ആളും സമരത്തിലിറങ്ങിയില്ലേ? കശുവണ്ടി കോർപ്പറേഷൻ്റെ ചെയർമാനല്ലേ ആ ചന്ദ്രശേഖരൻ രാജിവെച്ച് പോകേണ്ടി വന്നില്ലേ? അഴിമതിയില്ലേ കാരണം? ഞാൻ തിരിച്ചു പറയാം. ശ്രീ അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ എന്താണ് മറുപടി? ഇതൊക്കെ ആയിരിക്കും വിഷയങ്ങളെന്ന് അദ്ദേഹം ആവർത്തിക്കുന്നു. ഞാൻ 1-2 കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം കുറച്ചു നേരമായി ഈ മീഡിയ വൺ പ്രേക്ഷകരെ ആകർഷിക്കുവാൻ വേണ്ടി സ്ഥിരമായി ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആളുകൾ പറയുന്നത് പോലെ മിസ്റ്റർ ജയരാജൻ കുറച്ചു നേരമായി മുസ്ലിം എന്ന് പറയുന്നു. BJP ഈ കേരളത്തിൽ ഒരു മുസൽമാനെയും BJP കൊന്നിട്ടില്ല. അതേസമയം തലശ്ശേരിയിലെ പാവപ്പെട്ട മുസ്ലിം ലീഗ് പ്രവർത്തകരെ അടക്കം 8 പേരെ വെട്ടിക്കൊന്നത് CPM ആണ്. പിന്നെ എന്ത് ന്യൂനപക്ഷത്തെക്കുറിച്ച്? അത് ഇന്ന് ബംഗാളിൽ അടിച്ചിട്ടുള്ളത് ന്യൂനപക്ഷ വിഭാഗത്തെയാണ്. അവിടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ന്യൂനപക്ഷ വിഭാഗങ്ങളെ എല്ലാ കാലഘട്ടത്തിലും ആക്രമിച്ചുവതും അവർക്കെതിരായിട്ടുള്ള സമീപനം സ്വീകരിച്ചതും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളാണ്. പിന്നെ മറ്റൊരു കാര്യം ഞാനൊന്ന് പറഞ്ഞോട്ടെ. മറ്റൊരു കാര്യം ഇന്ന് കന്യാസ്ത്രീ ഞാൻ സംസാരിക്കണം മിസ്റ്റർ ജയരാജൻ. ഇന്ന് ഈ കേരളത്തിൽ അമല എന്ന് പറയുന്ന ഒരു കന്യാസ്ത്രീയെ തലക്കടിച്ചു കൊന്നില്ലേ? ഈ തലക്കടിച്ചു കൊന്നത് ഏതെങ്കിലും ഒരു BJP-യുടെ സംസ്ഥാനമായിരുന്നുവെങ്കിൽ എന്തായിരിക്കും പറയുക? ഇന്ത്യയിലെ ഏതെങ്കിലും മഹാരാജ്യത്ത് ഏതെങ്കിലും സ്ഥലത്ത് ഒരു ദളിതനെ കൊന്നാൽ, ഏതെങ്കിലും സ്ഥലത്ത് ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ അതൊക്കെ BJP-കാരുടെ തലയിൽ വെക്കുന്നത് എന്തു മര്യാദയാണ്? അങ്ങനെയാണെങ്കിൽ മാവോയിസ്റ്റുകൾ ചെയ്യുന്ന കൊലപാതകം മുഴുവനും CPM ഏറ്റെടുക്കേണ്ടി വരില്ലേ കമ്മ്യൂണിസത്തിന്റെ പേരിൽ? അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ പറയുന്നതൊന്നും ഈ ജനങ്ങൾ വിശ്വസിക്കില്ല. അതൊക്കെ വഞ്ചത്തരമാണ്. ജനങ്ങൾക്ക് ഈ പൊള്ളയായ കാര്യങ്ങൾ മനസ്സിലാക്കാം. പിന്നെ BJP നേരെ സുരേഷ് ബാബു പറഞ്ഞ കേട്ടു, BJP തന്ത്രപരമായ അബദ്ധത്തിലാണ്. നേരത്തെ ജേക്കബ് ജോർജും പറഞ്ഞു അങ്ങനെ തന്ത്രപരമായ അബദ്ധത്തിലാണ് ഞങ്ങൾ പെട്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനെ ചർച്ച ചെയ്യുന്നത്? നിങ്ങൾ എന്തിനാ ഇങ്ങനെ പരിഭ്രാന്തപ്പെടുന്നത്? ഇടതുപക്ഷവും വലതുപക്ഷവും ഇങ്ങനെ വിറയ്ക്കുന്നതിനാ? ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു വളരെ കൃത്യമായിട്ട്. അരുവിക്കര ആരംഭിക്കും, അരുവിപ്പുറവും ആരംഭിക്കും. അരുവിപ്പുറം സാമുദായിക നവോത്ഥാനമാണെങ്കിൽ ഇപ്രാവശ്യത്തെ അരുവിപ്പുറം രാഷ്ട്രീയ നവോത്ഥാനമാണ്. അരുവിക്കരയിൽ രാഷ്ട്രീയമായിട്ടുള്ള മേൽക്കൈ നേടിയത് BJP-യാണ്. ആ രാഷ്ട്രീയ മേൽക്കൈ ഇപ്രാവശ്യത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഇപ്രാവശ്യം കേരളത്തിൽ BJP നേടും. BJP ഇവിടെ ഇന്നും ഇന്നലെ ഉണ്ടായതല്ല. മിസ്റ്റർ ജേക്കബ് ജോർജിനോട് എനിക്ക് പറയുവാനുള്ളത്, BJP ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ താമര ചിഹ്നത്തിൽ ഏതാണ്ട് 500-ന് മുകളിൽ ആളുകളെ ഉണ്ടാക്കിയ പ്രസ്ഥാനമാണ്. എന്നു മാത്രമല്ല ഞങ്ങൾ ഒറ്റയ്ക്കാണ്, ഇവരൊക്കെ കൂട്ടായിട്ടില്ലേ? അപ്പൊ ഞങ്ങൾ ഒറ്റയ്ക്ക് മത്സരിക്കുന്നു, ഇവരൊക്കെ കൂട്ടായി മത്സരിക്കുന്നു. ആ ഒറ്റയ്ക്ക് മത്സരിക്കുന്ന ഞങ്ങൾ ഇപ്രാവശ്യം സ്വാഭാവികമായും പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകളെയും തീർച്ചയായും ജേക്കബ് ജോർജിന് അക്കാര്യത്തിലൊന്നും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയില്ല. ശ്രീ അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ അദ്ദേഹം അത് ആ കാര്യങ്ങൾ നിരീക്ഷിച്ച് പറയുകയാണ്. ഞാൻ തിരിച്ചു വരാം. ശ്രീ MB ജയരാജൻ, എന്തിനാണ് ഞങ്ങളെ ഇങ്ങനെ പേടിച്ച് വിറക്കുന്നത് എന്ന ചോദ്യത്തിന് സാങ്കത്യമുണ്ടല്ലോ. എന്തിനാണ് ഇത്രക്ക് നിസ്സാരരും ജനം തള്ളിക്കളയുന്ന ആളുകളുമാണെങ്കിൽ BJP-യുടെയും SNDP-യെയും നിങ്ങൾ ഭയപ്പെടുന്നത്? മതേതര രാഷ്ട്രീയത്തിൽ ഉറച്ചു വിശ്വാസമുള്ള ഞങ്ങൾക്കൊരു ഭയവുമില്ല. പക്ഷെ ഗോപാലകൃഷ്ണൻ വക്കീൽ കള്ളം പറയരുത്. ആ പുന്നാട് ആ വത്സന്തില്ലഗിരിയോട് ചോദിച്ചാൽ കൊലപ്പെടുത്തിയത് നിങ്ങളാ. എത്രയോ മുസൽമാന്മാരെ കൊലപ്പെടുത്തിയ കാര്യം പറയും. എത്രയോ ആളുകൾ മുസ്ലിം ലീഗിന്റെ 2200 മുസ്ലിങ്ങളെ വംശഹത്യയിലൂടെ ഗുജറാത്തിൽ കൊലപ്പെടുത്തിയവരാണ്. ഇതൊന്നും ജനങ്ങൾക്ക് അറിയാത്തതല്ല. ഈ കേരളത്തിലെ കാര്യം ഗുജറാത്തിന്റെ കാര്യമല്ലല്ലോ. ബംഗാളിൽ എത്ര കേരളത്തിലെ കാര്യം ഗുജറാത്ത് മുസ്ലിം സമുദായത്തിൽപ്പെട്ട എത്ര ബംഗാളിൽ ഗുജറാത്തിൽ നിന്ന് തുടങ്ങി ഈ കേരളത്തിൽ
വേണ്ട, നിങ്ങളെ നേതൃത്വത്തിൽ മാറാട് നടന്നിട്ടുള്ള കലാപമില്ലേ, അതിന് തിരിച്ച് NDF ചെയ്തിട്ടുണ്ട്. RSS NDF രണ്ടും ഒരമ്മ പറ്റ മക്കളെ പോലെയാ അങ്ങോട്ടും ഇങ്ങോട്ട് കലാപം നടത്തിയിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞത് കേരളത്തിൽ ഒരു മുസൽമാനെയും RSS കൊലപ്പെടുത്തിയിട്ടില്ല എന്നാണ്. എത്ര ആളുകൾ, അത്രയും ഉദാഹരണം പറഞ്ഞാൽ ഗോപാലകൃഷ്ണൻ ഈ ശ്രോതാക്കളോട് മാപ്പ് പറയേണ്ടി വരില്ലേ? അപ്പൊ കേരളത്തിൽ ഞാൻ പറഞ്ഞ അടിസ്ഥാന കേരളത്തിൽ ന്യൂനപക്ഷങ്ങളെ ആരെങ്കിലും ഉദാഹരണം പറ. മുഹമ്മദ് ഒരെണ്ണം പറയാൻ വർത്താനം പറയല്ലേ, നിങ്ങൾ ഒരെണ്ണം പറ. ഗോപാലകൃഷ്ണൻ ഉദാഹരണം പറയുകയാണ്. അതേ സമയത്ത് ഒരു 10 ഞാൻ പറയാം. ഈ കേരളത്തിലെ ഇടതുപക്ഷം കൊന്നത് 10 ഞാൻ പറയാം. അതിന് ഉത്തരം പറയാം. മുഹമ്മദ് നിങ്ങൾ കേൾക്കാഞ്ഞിട്ടാണോ? ഈ മുഹമ്മദ് അഖ്ലാഖല്ല, നിങ്ങൾ കൊലപ്പെടുത്തിയ പുന്നാട്ട് മുഹമ്മദിനെ കുറിച്ചാണ് ചോദ്യം. അങ്ങനെയുണ്ടോ ഒരു സംഭവം? മുഹമ്മദ് പുന്നാട്, പിന്നെ മുഹമ്മദ് അഖ്ലാഖ്. ഗോപാലകൃഷ്ണൻ താങ്കൾ ആവശ്യപ്പെട്ട ഉദാഹരണമാണ് അദ്ദേഹം പറഞ്ഞത്. താങ്കൾ അത് കേൾക്കാഞ്ഞിട്ടാണോ? സനീഷെ, നിങ്ങൾക്കറിയാമല്ലോ ഈ മുഹമ്മദിന്റെ വിഷയത്തിൽ ചർച്ച ചെയ്യപ്പെട്ടത്. പിറ്റേ ദിവസം ദേശാഭിമാനി പോലും എല്ലാ പത്രങ്ങളും എഴുതിയില്ലേ അതിൽ RSSന് പങ്കില്ലെന്ന്. നിങ്ങൾ എങ്ങനെയാണ് താങ്കളുടെ വിശദീകരണം? ജേക്കബ് ജോർജ്, ഇതാണ് ഈ ചർച്ചയിലുള്ള ഈ ചിത്രമാണ് നമ്മുടെ മുന്നിലുള്ള വസ്തുത. BJPയും CPM-ഉം BJPയും ഇടതുപക്ഷവും തമ്മിൽ പോരാടുകയാണ്. ശ്രീ PM സുരേഷ് ബാബു ശാന്തനായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അരുവിക്കരയിൽ ഉണ്ടായതുപോലെ ഈ പോരാട്ടത്തിനിടക്ക് തങ്ങൾക്ക് വിജയമുണ്ടാകും എന്ന് ഉമ്മൻചാണ്ടി അവകാശപ്പെടും പോലെയാണ് കാര്യങ്ങൾ ഉണ്ടാവുക. MV ജയരാജനും ഗോപാലകൃഷ്ണനും തമ്മിലടിച്ചുകൊണ്ടിരിക്കും. വിജയം ശാന്തനായിരിക്കുന്ന PM സുരേഷ് ബാബു കൊണ്ടുപോകും എന്ന നിലയുണ്ടാകുമോ? പ്രധാന മത്സരം, ആത്യന്തികമായി ഇവിടുത്തെ പ്രധാന മത്സരം രണ്ട് മുന്നണികൾ UDF-ഉം LDF-ഉം തമ്മിൽ തന്നെ ആയിരിക്കും. ഇവിടെ ഒരു സ്പേസ് കണ്ടെത്തുക എന്നുള്ളതാണ്. വെള്ളാപ്പള്ളിയെ മുഖ്യമന്ത്രിയാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് പത്രവാർത്തകളൊക്കെ കണ്ടുവല്ലോ. പക്ഷേ ഇവിടെ നടക്കാൻ പോകുന്നത് ഈ മത്സരം രണ്ട് മുന്നണികൾ തമ്മിലുള്ള മത്സരമായിരിക്കും. അതിൻ്റെ ഇടയ്ക്ക് ഒരു സ്പേസ് ഉണ്ടാക്കുക എന്നതാണ് BJPയുടെ ലക്ഷ്യം. വെള്ളാപ്പള്ളിയെ അവർ തന്നെ അവതരിപ്പിച്ചിരിക്കുന്നു. വെള്ളാപ്പള്ളി പക്ഷേ നേരിട്ടൊരു വെല്ലുവിളിയും കൊണ്ട്. അതുകൊണ്ട് സനീഷ ഇവിടെ പ്രധാനമാണ് ഈ കാര്യത്തിൽ പറയണം. ഇപ്പം നേരത്തെ സനീഷ ചൂണ്ടിക്കാണിച്ചല്ലോ, VS-നെതിരെ വെള്ളാപ്പള്ളി ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നല്ലോ, അത് CPM-നെ പേടിപ്പിക്കുന്നില്ലേ എന്ന്. മറിച്ച് VS അച്യുതാനന്ദൻ വെള്ളാപ്പള്ളിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം വെള്ളാപ്പള്ളി സമുദായ നേതാവ് ആകുമ്പോൾ നമ്മളൊക്കെ പത്രക്കാരും മാധ്യമങ്ങളും മറ്റ് രാഷ്ട്രീയക്കാരും ഒക്കെ ഒരു ആദരവോടുകൂടി കാണും, ഒരു സ്ഥാനം കൊടുക്കും. ഇവിടുത്തെ സമുദായ നേതാക്കന്മാർക്ക്, ബിഷപ്പുമാർക്ക്, പെരുന്നയിലെ സുമാരൻ നായർക്ക്, അവിടുത്തെ ചേർത്തലയിലെ വെള്ളാപ്പള്ളി നടേശനെ ഒക്കെ ഒരു സ്ഥാനം കൊടുക്കും. പക്ഷേ വെള്ളാപ്പള്ളി നടേശന് ഒരു രാഷ്ട്രീയ നേതാവായിട്ട് രാഷ്ട്രീയ മണ്ഡലത്തിലേക്ക് ഇറങ്ങുമ്പോൾ ആ ഒരു ആനുകൂല്യം കിട്ടുകയില്ല, ആ ഒരു ഇൻസുലേഷൻ കിട്ടത്തില്ല, ആ ഒരു പിന്തുണയൊന്നും കിട്ടുകയില്ല. പിന്നെ രാഷ്ട്രീയക്കാരനെ നേരിടുന്നമാര് ടാങ്ക് തുറക്കും. അതാണ് VS അച്യുതാനന്ദൻ തുറന്നിരിക്കുന്നത്. അപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ വറചട്ടിയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണെന്ന് കൂടി ഓർക്കണം. അപ്പോൾ ഇനിയിപ്പോൾ രസമുണ്ട്, നമ്മളൊക്കെ നോക്കി ഇന്ന് കാണാം, നമ്മളൊക്കെ കാഴ്ചക്കാരായിട്ട് കാണാം. നടക്കാൻ പോകുന്നത് പൊടിപൂരമായിരിക്കും സനീഷേ, നല്ല രസമായിരിക്കും. നമുക്കൊക്കെ വീണ്ടും ചർച്ച ചെയ്യാൻ ഇഷ്ടംപോലെ സാധനങ്ങൾ കിട്ടും. അതാണ് കേരള രാഷ്ട്രീയം ചൂടുപിടിക്കുക തന്നെയാണ്. ഇപ്പോൾ തന്നെ ചൂടുപിടിച്ചിരിക്കുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നു. നവംബർ 2-നും 5-നുമാണ് വോട്ടെടുപ്പ്. നവംബർ 7-ാം തീയതി വരുന്ന ഫലം ഏതെങ്കിലും വിധത്തിലുള്ള വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് കേരളത്തിൽ മൂന്ന് മുന്നണികൾ ചേർന്ന് മത്സരിക്കുന്നൊരിടമായി കേരളം മാറും എന്ന നിലക്കുള്ള ചിത്രം നൽകുമോ എന്നതൊക്കെ അടക്കമുള്ള കാര്യങ്ങൾ കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. വളരെ നന്ദി ശ്രീ ജേക്കബ് ജോർജ്, ശ്രീ MV ജയരാജൻ, ശ്രീ B ഗോപാലകൃഷ്ണൻ, അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. സ്പെഷ്യൽ എഡിഷൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.